Hi students, good evening all of you. കഴിഞ്ഞ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വൈകുന്നേരം നമുക്ക് +2 പോർഷൻസിലൂടെ പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റാണ്. റിയാക്ഷൻ ചെയ്യേണ്ടത് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വൈകുന്നേരം റിയാക്ഷൻസ് നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് അവരോടൊക്കെ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. Okay, so in this session we can go through our second year portions. So the first question, how many moles of platinum will be deposited on the cathode when 0.4 Faraday of electricity is passed through a 1 molar solution of platinum 4+? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം. സംശയമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ചാറ്റ് എപ്പോഴും ലൈവാണ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിങ്ങളാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈകുന്നേരം നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാറ്റിനം 4+ സൊല്യൂഷനാണ് ഉള്ളത്. ഈ പ്ലാറ്റിനം 4+ സൊല്യൂഷനിൽ നമ്മൾ 0.4 ഫാരഡേ പാസ് ചെയ്യുകയാണെങ്കിൽ ഹൗ മെനി മോൾസ് ഓഫ് പ്ലാറ്റിനം വിൽ ബി ഡിപ്പോസിറ്റഡ് ദർ? യെസ്, ക്യാൻ യു ഗിവ് മീ ദി ആൻസർ? പ്ലാറ്റിനം 4+ സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പ്ലാറ്റിനം 4+ സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ ഹിയർ വെൻ 4 moles ഓഫ് ഇലക്ട്രോൺ ഈസ് വെൻ വി പാസ് 4 moles ഓഫ് ഇലക്ട്രോൺ ഇറ്റ് വിൽ ഗീവ് 1 mole ഓഫ് പ്ലാറ്റിനം. 4 mole ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര ഫാരഡേ ആണ്? 4 ഫാരഡേ ആണ്. അപ്പം 4 ഫാരഡേ പാസ് ചെയ്ത് കഴിയുമ്പോൾ 1 mole പ്ലാറ്റിനം ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. 4 mole ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ഫാരഡേ ആണ്. 4 ഫാരഡേ പാസ് ചെയ്ത് കഴിയുമ്പോൾ Okay students, did you get the answer for this question? So platinum 4+ സൊല്യൂഷനിലൂടെ നമ്മൾ 4 moles ഓഫ് ഇലക്ട്രോൺസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 1 mole പ്ലാറ്റിനം. 4 moles ഓഫ് ഇലക്ട്രോൺ മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 4 ഫാരഡേ. 4 ഫാരഡേ കൊടുത്തു കഴിയുമ്പോൾ വി ഗെറ്റ് 1 mole ഓഫ് പ്ലാറ്റിനം ഈസ് ഡിപ്പോസിറ്റഡ് ദർ. നമ്മളോട് എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 0.4 ഫാരഡേ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്ലാറ്റിനം ഡിപ്പോസിറ്റഡ്? Yes, Bilal John, very good. Yes, Uttara Rajapan. Yes. Kritik Shyam, yes, very good. Correct answer. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. 1 mole പ്ലാറ്റിനം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ 1 mole സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ n ഫാരഡേ പാസ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ആണ് n എന്ന് പറയുന്നത്. അപ്പം n ഫാരഡേ പാസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇവിടെ 4 ഇലക്ട്രോൺസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരഡേ n 4 ഫാരഡേ പാസ് ചെയ്ത് കഴിയുമ്പോൾ 1 mole പ്ലാറ്റിനമാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 0.4 ഫാരഡേ പാസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര മോൾ പ്ലാറ്റിനമാണ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? യെസ്, വെരി ഗുഡ്. സ്നേഹ പീറ്റർ, അഖിലേഷ്, കാവ്യ സുരേഷ്, യെസ്, വെരി ഗുഡ്. ഏഞ്ചൽ മേരി ജോർജ്, വെരി ഗുഡ്. യെസ്, അപ്പോൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക, നല്ലതുപോലെ ചെയ്യുക, എൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചെയ്തെത്താൻ വരുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുക. ഞാനത് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹിയർ വി ഗെറ്റ് ദി ആൻസർ എക്സ് ആസ് 0.1 mole. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഇ. ഓക്കെ, so then we can go to the second question. Solution la question ആണ്. When same amount of solute P and Q are separately dissolved in 500 gram of water, delta TF value are 0.15 Kelvin and 0.3 Kelvin respectively. If the molecular weight of P is given as 80 gram per mole,
ദെൻ ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് Q. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? യെസ്, ജാൻസി സുനിൽ, ഐ വിൽ മാനേജ് ഇറ്റ്. ജാൻസി സുനിൽ, ഐ വിൽ മാനേജ് ഇറ്റ്. യെസ്, ഓക്കെ, ഞാൻ മെസ്സേജ് കണ്ടു കേട്ടോ. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ജാൻസി സുനിൽ എന്നോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് തരുമോ എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേപോലെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ഒരു തരത്തിലും മടിയും വിചാരിച്ചേക്കരുത്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്യുക കേട്ടോ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 1 മോൾ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ് ചെയ്യേണ്ടത് N ഫാരഡെയാണ് പാസ് ചെയ്യുന്നത്. ഈ N എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് N ഉദ്ദേശിക്കുന്നത്. അപ്പം പ്ലാറ്റിനം 4+ 1 മോൾ പ്ലാറ്റിനം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ 4 മോൾ ഇലക്ട്രോൺ അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ആ N സൂചിപ്പിക്കുന്നത് ഈ 4 ആണ്. അപ്പം 4 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഫാരഡെയാണ് വരുന്നത്. അപ്പം 4 ഫാരഡെ സപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? 1 മോൾ പ്ലാറ്റിനം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 0.4 ഫാരഡെ പാസ് ചെയ്യുമ്പോൾ എത്ര മോൾ പ്ലാറ്റിനം കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതിലൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ പോരെ. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജാൻസി സുനിൽ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നിരിക്കുന്നത് വെൻ സെയിം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് P ആൻഡ് Q ആർ സെപ്പറേറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ 500 gram ഓഫ് വാട്ടർ. രണ്ട് സൊല്യൂട്ട് P ആൻഡ് Q ആർ സെപ്പറേറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ 500 gram ഓഫ് വാട്ടർ. പ്രത്യേകിച്ച് സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം എന്താണ് തന്നിരിക്കുന്നത്. 2 ബീക്കറുണ്ട്. 2 ബീക്കറിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സെയിം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. P ആൻഡ് Q. ഡെൽറ്റ TF ഈസ് ഗീവൺ ആസ് 0.15 കെൽവിൻ ആൻഡ് 0.3 കെൽവിൻ. അതായത് P സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.15 കെൽവിൻ. രണ്ടാമത്തെ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.3 കെൽവിൻ ആണ്. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് P ഈസ് ഗീവൺ ആസ് 80. ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി മോളിക്കുലാർ വെയിറ്റ് ഓഫ് Q. റിലേഷൻഷിപ്പ് കിട്ടിയോ? ഡെൽറ്റ TF എന്ന ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഡെൽറ്റ TFൻ്റെ ഒരൊറ്റ റിലേഷൻഷിപ്പേ നമ്മുടെ കയ്യിലുള്ളൂ. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു KF ഇൻറ്റു M. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M. ഞാൻ ഇതൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു മൊളാലിറ്റി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? given mass of solute into 1000 divided by molecular mass of solute into mass of solvent in gram. അപ്പോൾ ഇവിടെ വീണ്ടും ശ്രദ്ധിച്ച് ഈ എക്സ്പ്രഷനിൽ given mass of solvent കോൺസ്റ്റൻ്റാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്നത് 500 gram ഓഫ് വാട്ടറിലേക്കാണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത്. 2 ബീക്കറുണ്ട്. 2 ബീക്കറിലും 500 gram വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഗീവൺ മാസ് ഓഫ് സോൾവെൻറ്റ് കോൺസ്റ്റൻ്റാണ്. 1000 ഓൾറെഡി കോൺസ്റ്റൻ്റാണ്. ഗീവൺ മാസ് ഓഫ് സൊല്യൂട്ട് അതും കോൺസ്റ്റൻ്റാണ്. കാരണം സെയിം എമൗണ്ട് ഓഫ് Pയും Q ആണ് നമ്മൾ 500 gram വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം മാസ് ഓഫ് സോൾവെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഗീവൺ മാസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ KF അതും കോൺസ്റ്റൻ്റാണ്. I എന്ന് പറയുന്നത് അതും കോൺസ്റ്റൻ്റ് ആണ്. കാരണം നോൺ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് എന്തായിട്ട് എടുക്കാം? I1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ആകെ വേരിയബിൾ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഡെൽറ്റ TFന് കറസ്പോണ്ടിങ് ആയിട്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഏത് റിലേഷൻഷിപ്പ് കൊണ്ടുവരാം? ഡെൽറ്റ TF ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് നമുക്ക് പറയത്തില്ലേ? ഇത് മാത്രം പോരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. ഈ റിലേഷൻഷിപ്പ് പ്രകാരം വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ TF ഓഫ് P ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഓഫ് Q വിച്ച് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് Q ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് P. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ആകെ അൺനോൺ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? മോളിക്കുലാർ മാസ് ഓഫ് Q മാത്രമല്ലേ ഉള്ളൂ. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.15 ഡെൽറ്റ TF ഓഫ് P. ഡെൽറ്റ TF ഓഫ് Q ഈസ് ഗീവൺ ആസ് 0.3 വിച്ച് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് Q ഡിവൈഡഡ് ബൈ 80. ആൻസർ പ്രൊവൈഡ് ചെയ്തേ. ആൻസർ പ്രൊവൈഡ് ചെയ്തേ. യെസ് വെരി ഗുഡ്. യെസ് അഖിലേഷ്, കെവിൻ, ജേക്കബ്, അമൽ ദേവ് കൊള്ളംകെട്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ അതേപോലെ ആൻസർ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ ചാറ്റ് ബോക്സിൻ്റെ ഉദ്ദേശം. ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ സാധാരണ ക്ലാസ് പോകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരിക ചെയ്യുന്നത്, നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ വരിക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ നോർമൽ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറോട് സംശയം ചോദിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻസർ മാത്രം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നേരത്തെ ജിൻസി പറഞ്ഞതുപോലെ, മോള് പറഞ്ഞതുപോലെ അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പോയിൻ്റാണ് മനസ്സിലാകാത്തതെങ്കിൽ അത് ആവശ്യപ്പെടാം. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, യെസ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, യെസ് രേഷ്മ രഘുനാഥ്, യെസ് സ്നേഹ പീറ്റർ, ഗാഥ മനോജ്, യെസ് കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. തോമസ് കെ ബിനു, യെസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി, 40 gram per mole ആണ് വരുന്നത്. യെസ് ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. The rate constant of a first order reaction is given as a 231 into 10 raised to minus 5 second inverse. How long will 4 gram of this reactant to reduce to 2 gram? 4 gram 2 gram ആയിട്ട് മാറാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? നാല് ഗ്രാം 2 gram ആയിട്ട് മാറാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ദ്രജിത്ത് ഞാൻ കണ്ടു കേട്ടോ, ഇന്ദ്രജിത്ത് ഞാൻ കണ്ടായിരുന്നത്, ഞാൻ മാനേജ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, എന്താ കോൺസെപ്റ്റ് എന്ന് പിടികിട്ടിയോ? നിങ്ങൾ എന്നോട് പറഞ്ഞു എന്താ കോൺസെപ്റ്റ് ഇവിടെ? 4 gram 2 gram ആയിട്ട് മാറാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നോർമൽ ഒരു എക്സാം സിറ്റുവേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് കൺസിഡർ ചെയ്തേ. അപ്പോൾ എക്സാമിന് നമ്മൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക. അവിടെ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ക്ലിയർ ചെയ്യാനാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഉള്ളത്. അങ്ങനെ മാത്രം ഇമാജിൻ ചെയ്യുക. ഓക്കെ, യെസ് നിങ്ങൾ പേരിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറയാനും ഒക്കെ എളുപ്പമുണ്ട്. ഓക്കെ, യെസ് അമൽദേവ്, ശരിയാ, വെരി ഗുഡ്. ആ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. രേഷ്മ രഘുനാഥ് 100% കറക്റ്റ്. ആ ഒരൊറ്റ പോയിന്റ് മാത്രം ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ഓർത്തുവെച്ചാൽ മതി. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? യെസ് മായ പ്രഭാത്, ഹൃദ്യ, യെസ് കണ്ടുപിടിക്കേണ്ടത് എന്താ? T½ കണ്ടുപിടിക്കേണ്ടത്. 4 gram 2 gram ആയിട്ട് മാറാൻ വേണ്ടിയുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T½ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏത് ഉറക്കത്തിൽ പോലും നമുക്ക് ഓർമ്മയിലേക്ക് വരും. ഏതാ? T½ ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഡയറക്റ്റ് ആയിട്ട് K അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരെ. കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയും ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി ഉണ്ട്. ആ തന്നിരിക്കുന്ന വാല്യൂവിൽ ഒരു പ്രത്യേകതയുണ്ട്. 0.693 ഡിവൈഡഡ് ബൈ 231 ഇൻറ്റു 10 raised to minus 5. ശരിയാണല്ലോ? ഇവിടെ ഈ 0.693 ഞാൻ ഒരു പക്ഷേ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ 0.693 എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? 2.303 ഇൻറ്റു 0.3 എന്ന് എനിക്ക് എഴുതത്തില്ലേ? അതാണ് 0.693. അപ്പോൾ ഇവിടെ ഈ 231നെ ഞാൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് പോകാം. 2.303 ഇൻറ്റു 0.3 ഡിവൈഡഡ് ബൈ 231 ഇൻറ്റു 10 raised to minus 5 എന്നുള്ളത് 10 raised to minus 5 എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതുക? 2.31 ഇൻറ്റു 10 raised to minus 3 എന്ന് എനിക്ക് എഴുതത്തില്ലേ? എഴുതാം. അപ്പം സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായി. ഇത് രണ്ടും കട്ടായിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? 10 raised to minus 3 ന്യൂമറേറ്ററിലേക്ക് വന്നു. 10 raised to 3 ആയിട്ട് മാറി. 0.3 ഇൻറ്റു 10 raised to 3 ആൻസറായി. ഒരു കാൽക്കുലേഷനും ഇല്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഫിസിക്കൽ കെമിസ്ട്രിയിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. യെസ് 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 കൊള്ളാം കേട്ടോ, നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. യെസ് ഗാഥ മനോജ്, വെരി ഗുഡ്. യെസ് 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 ആൻസി ബൈജു, യെസ് ഏഞ്ചൽ മേരി, രഘുനാഥ്, രേഷ്മ രഘുനാഥ്, യെസ് വെരി ഗുഡ്, കറക്റ്റാണ് കേട്ടോ, കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മുൻപോട്ട് പോയിക്കോട്ടെ. ഓക്കെ, then next, fourth question. An endothermic reaction A gives a B has an activation energy of 13 kilojoule per mole and enthalpy change for the reaction is 2 kilojoule per mole. The activation energy for B to A,
അതായത് നമുക്ക് തന്നിരിക്കുന്നത് എ ടു ബിയിലുള്ള ആക്ടിവേഷൻ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. എ ടു ബിയിലുള്ള ആക്ടിവേഷൻ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത് എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. എൻഡോതെർമിക് റിയാക്ഷനാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 13 കിലോ ജൂൾ പെർ മോളാണ്. ഈ പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ച് 2 കിലോ ജൂൾ പെർ മോളാണ്. അപ്പോൾ ഇവിടെ എൻഡോതെർമിക് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും സൈൻ ഏത് വരും? പ്ലസ് വരും. ഞാനിവിടെ മനഃപൂർവ്വം പ്ലസ് ഇട്ടതിന് കാരണം ഇനി ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ എക്സോതെർമിക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? ഈ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ മൈനസ് കൊടുത്തിരിക്കണം. അപ്പോൾ അത് ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ആ സൈൻ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എക്സോതെർമിക് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഡെൽറ്റ എച്ചിന് മൈനസ് സൈൻ കൊടുത്തിരിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ടിവേഷൻ എനർജി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ സോൾവ് ചെയ്യാം? ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്താച്ചാൽ പോരെ? ഏതാ ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? യെസ്, ഈശോ, യെസ്, വെരി ഗുഡ്, കൊള്ളാം. കുറച്ച് കഷ്ടപ്പെട്ടാരല്ലേ ടൈപ്പ് ചെയ്യാൻ വേണ്ടി? യെസ്, ഓക്കെ, കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. യെസ്, ഓക്കെ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷൻ മൈനസ് ആക്ടിവേഷൻ എനർജി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ടിവേഷൻ എനർജി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷൻ മൈനസ് ഡെൽറ്റ എച്ച്. എന്താ ബുദ്ധിമുട്ടുള്ളത്? ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. യെസ്, ഓക്കെ അജിൻ, യെസ്, വെരി ഗുഡ്. രേഷ്മ, യെസ്. Okay. Let me go to the next question, 5th question. Experimentally, it was found out that a metal oxide has the formula M.98O. M present as M2 plus and M3 plus in its oxide form. Find out the fraction of M3 plus. Find out the fraction of M3 plus. A metal oxide consists of formula M.98O. അതിൽ ആരൊക്കെയുണ്ട്? M എന്ന് പറയുന്നത് M2 plus ആണ്, M3 plus ആയിട്ട് ഉണ്ട്. Then we need to find out the fraction of M3 plus. Fraction of M3 plus കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to number of M3 plus divided by total M into 100. കാരണം നമുക്കിവിടെ വേണ്ടത് ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം ഫ്രാക്ഷൻ ഓഫ് M3 പ്ലസ് മീൻസ് നമ്പർ ഓഫ് M3 പ്ലസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ M, ദാറ്റ് ഈസ് നമ്പർ ഓഫ് M2 പ്ലസ് പ്ലസ് നമ്പർ ഓഫ് M3 പ്ലസ് ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് M3 പ്ലസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് M3 പ്ലസ്, സപ്പോസ് നമ്പർ ഓഫ് M2 പ്ലസ് ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. M2 പ്ലസ് ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്പർ ഓഫ് M3 പ്ലസ് എനിക്ക് എന്തായിട്ട് എഴുതാം? Y ആയിട്ട് എനിക്ക് എടുക്കത്തില്ലേ? Y ആയിട്ട് എനിക്ക് എടുക്കാം. Then here I consider the sum of number of M3 plus and M2 plus. M2 plus and M3 plus ഞാൻ കൺസിഡർ ചെയ്യുന്നു. Number of M2 plus and M3 plus is x plus y which is equal to 0.98. ശരിയാണല്ലോ? ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ മെറ്റൽ ഓക്സൈഡിലുള്ള M2 പ്ലസിൻ്റെയും M3 പ്ലസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഈ 0.98. ഞാൻ M2 പ്ലസിൻ്റെ എണ്ണം എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, M3 പ്ലസിൻ്റെ എണ്ണം y ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും M2 പ്ലസിൻ്റെയും M3 പ്ലസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് 0.98 ആയിരിക്കണം. ഇനി രണ്ടാമത് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ. Sum of magnitude of charge. Sum of magnitude of charge. Magnitude of charge ഞാൻ കൺസിഡർ ചെയ്യുന്നു. ന്യൂട്രൽ കോമ്പൗണ്ടിൽ എപ്പോഴും നമുക്കറിയാം സം ഓഫ് പോസിറ്റീവ് ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഓക്സൈഡ് അയോൺ ആണ്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് 2- ആണ്, മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദി സം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ്?
M2+ ഉണ്ട്, M3+ ഉണ്ട്. M2+ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആണ്. M3+ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3x+, കാരണം 2x+, കാരണം M2+ എന്ന് പറയുന്നത് x എണ്ണമാണ് ഉള്ളത്. 2x+ M3+ എന്ന് പറയുന്നത് y ആണ് ഉള്ളത്. അപ്പം 3y ഈസ് ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആയിരിക്കണം? പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 2x + 3y, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നെഗറ്റീവ് ചാർജ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു 2. ശരിയാണല്ലോ? ഓക്കെ, ഞാൻ ഈ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതെനിക്ക് എങ്ങനെ എഴുതാം? x + 3/2y ഈസ് ഈക്വൽ ടു 1. ഞാനിത് ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുന്നു. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ എക്സ് ക്യാൻസൽ ആയിപ്പോയി. y/2 ഈസ് ഈക്വൽ ടു 0.02 അല്ലേ കിട്ടുന്നത്? ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. y ഈസ് ഈക്വൽ ടു 0.04. y എന്ന് പറയുന്നത് ആരാ? നമ്പർ ഓഫ് M3+ അല്ലേ? M3+ൻ്റെ എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇനി എന്ത് ചെയ്തേച്ചാൽ മതി? ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതിൻ്റെ ആൻസർ ആയി? ഫ്രാക്ഷൻ ഓഫ് M3+ ആയില്ലേ? അത് പേഴ്സൻറ്റേജിൽ കിട്ടാൻ വേണ്ടി ഞാൻ 100ൽ എടുത്തു. നമ്പർ ഓഫ് M3+ എന്ന് പറയുന്നത് 0.04. ടോട്ടൽ M എന്ന് പറയുന്നത് 0.98 അല്ലേ? ഇൻറ്റു 100. വാട്ട് അബൌട്ട് ദി ആൻസർ? യെസ്, അതുല്യം, മായ, പ്രഭാത്, യെസ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ആൻസറിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പോർഷനാണ്, സ്കോർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. യെസ്, ഈശോ യെസ്, അതേടാ. എക്സോതെർമിക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ഡൗട്ടായിരുന്നു കേട്ടോ. എക്സോതെർമിക് ആയിരുന്നെങ്കിൽ സൈൻ വെച്ചല്ലേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അതെ. എക്സോതെർമിക് ആണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ഒരു ഡൗട്ടായിരുന്നു ചോദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ, അവിടെ ആ റിയാക്ഷനിലെ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു ചോദിച്ചിരിക്കുന്നതെങ്കിൽ ΔH നിർബന്ധമായിട്ടും ഏത് സൈനിൽ എടുക്കാൻ പാടുള്ളൂ? നെഗറ്റീവിൽ എടുക്കാൻ പാടുള്ളൂ. നെഗറ്റീവിൽ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി കേട്ടോ. ഈശോ, യെസ്, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ഓഫ് M3+ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫ്രാക്ഷൻ ഓഫ് M3+ എന്ന് പറയുന്നത് നമ്പർ ഓഫ് M3+ ഡിവൈഡഡ് ബൈ ടോട്ടൽ M ഇൻറ്റു 100. അതിനുവേണ്ടി ഞാൻ ചെയ്തത് എസ് നോൺ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട് ആണ്. സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട് അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ നിർബന്ധമായിട്ടും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ചോദിച്ച മറ്റൊരു ഡൗട്ടായിരുന്നു, സാറേ ഇത് നോൺ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട് അല്ലേ, അപ്പം ടോട്ടൽ ചാർജ് 0 ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയായിരുന്നു ചോദിച്ചത്. അത് അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റോഷ്യോമെട്രി ആണെങ്കിലും നോൺ സ്റ്റോഷ്യോമെട്രി ആണെങ്കിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് പഠിക്കുമ്പോൾ പോലും, ഇപ്പം ഉദാഹരണമായിട്ട് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കൊരു പ്ലസ് ചാർജ് അല്ലെങ്കിൽ കാറ്റോൺ മിസ്സാകുമ്പോൾ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് കാറ്റോൺ ഹയർ ചാർജ് പ്രോസസ്സ് ചെയ്യുന്നതിനെല്ലാം കാരണം അതാണ്. ശ്രദ്ധിക്കുക, സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട് ആണെങ്കിലും നോൺ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട് ആണെങ്കിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ. ഇല്ല രേഷ്മ മോളെ, അങ്ങനെ വേണ്ട ആവശ്യമില്ല. ഓക്സിജന് ഞാനതാ പറഞ്ഞത്, ഇവിടെ ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പം ഓക്സിജൻ 2- അല്ലേ മോളെ? അപ്പം ഓക്സിജൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എത്ര? 2 അല്ലേ വരുന്നത്? അപ്പോൾ അവിടെ എനിക്ക് നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മാഗ്നിറ്റ്യൂഡ് അല്ലേ? മാഗ്നിറ്റ്യൂഡാണ് സെയിം ആകുന്നത്. അപ്പം ഇവിടെയുള്ള പോസിറ്റീവ് അയോണിൻ്റെ മാഗ്നിറ്റ്യൂഡും നെഗറ്റീവ് അയോണിൻ്റെ മാഗ്നിറ്റ്യൂഡും എപ്പോഴും ഒരു ന്യൂട്രൽ കോമ്പൗണ്ടിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് പോസിറ്റീവ് അയോണിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2x + 3y. അത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? നെഗറ്റീവ് അയോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ. യെസ് ഗാഥ മനോജ്, ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
ഞാനൊരു പക്ഷേ ക്ലാസ്സിൽ ഇത് ചെയ്യാൻ വേണ്ടി വേറെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു തിയറിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിലും എളുപ്പമുള്ള മെത്തേഡിലൂടെ നമുക്ക് പോകാം. ഞാൻ ഒരു മെത്തേഡ്, അധികം സ്റ്റെപ്പൊന്നുമില്ല, ഒരു മെത്തേഡ് ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു പക്ഷേ ക്ലാസ്സിൽ ഞാൻ വേറെ ഒരു മെത്തേഡിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് വേറൊന്നുമല്ല. ഇപ്പം നിങ്ങൾ നോക്കി വെച്ചാൽ മതി, M.98 അതായത് ശരിക്കും ഇത് വേണ്ടത് എന്തായിരുന്നു? ഈ ഓക്സൈഡ് വേണ്ടത് എങ്ങനെയാണ്? MO എന്ന ഈ ഓക്സൈഡ് വേണ്ടത്, മെറ്റൽ ഓക്സൈഡ് അല്ലേ, MO എന്ന് ശരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ച പോലെ ഇത് സ്റ്റോഷിയോമെട്രിക് മെറ്റൽ ഓക്സൈഡ് ആണെങ്കിൽ ഇത് MO എന്നാണ് കൊടുക്കേണ്ടത്. ഇത് നോൺ സ്റ്റോഷിയോമെട്രി ആയി പോയപ്പോഴാണ് M.98 എന്ന് വന്നത്. അപ്പം ഇവിടെ നിന്ന് 0.02 M2+ നഷ്ടപ്പെട്ടെന്നല്ലേ ഈ M.98 അർത്ഥം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കോമ്പൗണ്ട് ഞാനിതാ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ഇതൊന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. M.98 എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതത്തില്ലേ? M98 O100 എന്നെനിക്ക് എഴുതത്തില്ലേ? ശരിയാണോ? ശരിക്കും ഇതിൻ്റെ റേഷ്യോ വേണ്ടത് MO എന്നാണ് ഇതിൻ്റെ റേഷ്യോ വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന M.98 എന്നാണ്. കാരണം ഈ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട് എന്തായിട്ട് മാറി? നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് M98 O100 എന്നായിട്ട് മാറി. അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നിങ്ങൾ പോവുക, നിങ്ങളുടെ ബാഗിൽ 100 M2+ ഉണ്ട്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറി കഴിഞ്ഞപ്പോൾ 2 M2+ നിങ്ങളുടെ ബാഗിൽ നിന്ന് താഴെ പോയി. ബാക്കി എത്ര M2+ ഉണ്ട്? നിങ്ങൾ 100 M2+ഉം 100 O2- ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. നിങ്ങൾ ഈ 100 M2+ഉം 100 O2- നിങ്ങളുടെ ബാഗിലുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് കയറി 2 M2+ താഴെ പോയി. ബാക്കി എത്ര M2+ ഉണ്ട് നിങ്ങളുടെ ബാഗിൽ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ നിങ്ങൾക്ക്? വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാം, ബാഗിൽ 100 M2+ ഉണ്ട്, 100 O2- ഉണ്ട്. ബസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ 2 M2+ കാണാതെ പോയി. ബാക്കി ബാഗിൽ എത്ര M2+ ഉണ്ട്? അല്ല 98 അല്ല, 98 അല്ല. അവിടെ 2 M2+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 പ്ലസ് ചാർജിൻ്റെ കുറവ് വന്നില്ല അവിടെ. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള 2 M2+ എന്തായിട്ട് മാറണം? M3+ ആയിട്ട് മാറണ്ടേ? ഇപ്പോൾ 2 താഴെ പോയി, ശരിയാ. പക്ഷേ 2 താഴെ പോകുമ്പോൾ ബാഗിലുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള 2 M2+ ആരായിട്ട് മാറണം? M3+ ആയിട്ട് മാറണ്ടേ? അപ്പോൾ ബാക്കി M2+ എന്ന് പറയുന്നത് എത്രയാ? അല്ല നികിത അല്ല, 70 അല്ല വരുന്നത്. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആൻസി മോൾ, 70 അല്ല വരുന്നത്. എടാ, നിങ്ങളുടെ ബാഗിൽ 100 ഉണ്ട്, ഓക്കെ, അതിൽ 2 താഴെ പോയി. അപ്പോൾ താഴെ പോയപ്പോൾ 4 പ്ലസ് ചാർജാണ് അവിടെ പോയത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. 2 M2+ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ 4 പ്ലസ് ചാർജ് പോയെന്നല്ല അതിനർത്ഥം. 4 പ്ലസ് ചാർജ് പോയിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എത്ര M2+ M3+ ആയിട്ട് മാറണം? 4 M2+ ആരായിട്ട് മാറണം? M3+ ആയിട്ട് മാറണ്ടേ? അപ്പം ബാക്കി M3+, ബാഗിലുള്ള M3+ എന്ന് പറയുന്നത് എത്രയാ? M3+ എന്ന് പറയുന്നത് എത്രയാ? 4 M3+ ഉണ്ട്. M2+ എന്ന് പറയുന്നത് എത്രയാ? 96 അല്ല, 94 അല്ലേ വരുന്നത്. 2 താഴെ പോയി, ബാക്കി 98. ആ 98-ൽ നിന്ന് വീണ്ടും 4 M2+ ആരായിട്ട് മാറി? M3+ ആയിട്ട് മാറി. അപ്പം ബാക്കി M2+ൻ്റെ എണ്ണം എന്ന് പറയുന്നത് 94. 4 M3+ ഉണ്ട് നിങ്ങളുടെ ബാഗിൽ. അപ്പം 4 M3+ ഉണ്ടെങ്കിൽ 4 M3+ ഉണ്ട്. ടോട്ടൽ M എന്ന് പറയുന്നത് 98. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്താൽ മതി? ഇത് മനസ്സിലുണ്ടെങ്കിൽ 4/98 × 100 ചെയ്താലും മതി, നമുക്ക് ആൻസറായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഒരു ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടി, അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തിയററ്റിക്കലി ഉള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞതാണ്.
ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഈ സ്കൂളിൽ പോകുന്ന കഥയൊന്ന് ഓർത്തുവെച്ചാൽ മതി. M.98 ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ 100 M2+ ആയിട്ടാണ് നിങ്ങൾ പോയത്. 2 എണ്ണം കാണാതെ പോയി. 2 എണ്ണം കാണാതെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? 4 M2+ എന്തായിട്ട് മാറി? M3+ ആയിട്ട് മാറി. ബാക്കി ബാഗിലുള്ള M2+ൻ്റെ എണ്ണം എന്ന് പറയുന്നത് 94 ആണ്. M3+ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പം ഫ്രാക്ഷൻ ഓഫ് M2+ കണ്ടുപിടിക്കാം, ഫ്രാക്ഷൻ ഓഫ് M3+ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, so I think you get the answer. Okay, please give me the answer. ആർട്ടിഫിഷ്യൽ അപ്രോൺ, ആ പേരൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. മോൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. യെസ്, ഓക്കെ. യെസ്, ഹൃദ്യ വി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. യെസ്. സോ ദ കറക്റ്റ് ആൻസർ, എല്ലാവരും കറക്റ്റ് ആൻസർ പോസ്റ്റ് ചെയ്തു കേട്ടോ. ഉത്തര രാജപ്പൻ, സിനൻ, KM, നികിത, എയ്ബൽ, അഞ്ജലി, വേണി, ഹൃദ്യ, യെസ്. ഹസീന നാസർ, യെസ്. രേഷ്മ രഘുനാഥ്, യെസ്, കറക്റ്റാണ്. ഓപ്ഷൻ നമ്പർ C ആണ്. അപ്പോൾ ഞാനിവിടെ 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അത് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. മറ്റു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടേ എക്സാമിന് അത് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ തിയററ്റിക്കൽ മെത്തേഡ് ഓർത്തിരിക്കണം. തിയററ്റിക്കൽ മെത്തേഡ് ഒരു 2-3 സ്റ്റെപ്പ് വരുന്നുണ്ട്. സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ. So next question, the edge length of a solid possessing cubic unit cell is a 2√2r having structure 1 based on a hard sphere model which upon subjecting to a phase transition a new cubic structure having an edge length of 4√3r is obtained where r is the radius of hard sphere. Which of the following statement is true? ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. എഡ്ജ് ലെങ്ത് ഓഫ് എ സോളിഡ് പൊസസിങ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ഈസ് ഗീവൺ ആസ് എ 2√2. എഡ്ജ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് സ്ട്രക്ചർ 1ൻ്റെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എ ഹാർഡ് സ്പിയർ മോഡൽ വിച്ച് അപ്പോൺ സബ്ജക്റ്റിംഗ് ടു എ ഫേസ് ട്രാൻസിഷൻ എ ന്യൂ ക്യൂബിക് സ്ട്രക്ചർ 2 ഹാവിങ് ആൻ എഡ്ജ് ലെങ്ത് 4√3r ഈസ് ഫോംഡ്. അതായത് സ്ട്രക്ചർ 1ൻ്റെ എഡ്ജ് ലെങ്ത് 2√2r സ്ട്രക്ചർ 2ൻ്റെ എഡ്ജ് ലെങ്ത് 4√3r ആണ്. ദ റേഡിയസ് ഓഫ് ഹാർഡ് സ്പിയർ, R is the radius of hard sphere. Which of the following statement is true? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കുന്നത് ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കുന്നത് ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആകെ ഒരു റിലേഷൻഷിപ്പേ നമുക്ക് ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഏതാ അത്? റോ ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു NA. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലേ നമുക്ക് ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് എഡ്ജ് ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർ 1ൽ നിന്ന് സ്ട്രക്ചർ 2ലേക്ക് പോകുമ്പോൾ എഡ്ജ് ലെങ്തിലാണ് മാറ്റം ഉള്ളത്. അത് BCC ആയിട്ടാണോ FCC ആയിട്ടാണോ ഇതൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് Z എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. Z കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. അറ്റോമിക് മാസ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ആണ് സ്ട്രക്ചർ 1ൽ നിന്ന് സ്ട്രക്ചർ 2ലേക്ക് പോകുന്നത്. അപ്പം അറ്റോമിക് മാസും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. അവഗാഡ്രോ നമ്പർ ഓൾറെഡി കോൺസ്റ്റൻ്റ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഡെൻസിറ്റിയും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ എഴുതാം നമുക്ക്. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് എഡ്ജ് ലെങ്ത് ആണല്ലോ. അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫസ്റ്റ് സ്ട്രക്ചർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സെക്കൻഡ് സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു A2 ഡിവൈഡഡ് ബൈ A1³ എന്ന് എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്ന് കണ്ടുപിടിച്ചേ. നീറ്റ് റിപ്പീറ്റ് 2021 ഞാനതങ്ങനെ എടുക്കാത്തതിന് കാരണമുണ്ടല്ലോ.
ഇത് 4/√3 ആണെന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെ നമുക്ക് വരത്തുള്ളൂ. ഞാൻ ക്വസ്റ്റ്യനിലുള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നീറ്റ് റിപ്പീറ്റർ 2021. യെസ്, പേര് തരുവാണെങ്കിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു പറയാൻ വേണ്ടി. യെസ്, ഓക്കെ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, ആൻസർ വരത്തില്ലേ? ρ1 / ρ2 ഈസ് ഈക്വൽ ടു, രണ്ടുപേരുടെ ഡെൻസിറ്റിയാണ് കമ്പയർ ചെയ്യുന്നത്. A2 നമുക്ക് ആദ്യത്തെ A2 തന്നിരിക്കുന്നത്, രണ്ടാമത്തെ സ്ട്രക്ചറിൻ്റെ A2 തന്നിരിക്കുന്നത് 4√3 R / 2√2 R ദ ഓൾ ക്യൂബ്. 6 ഞാൻ ക്യാൻസൽ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ഇൻറ്റു 3√3 ഇൻറ്റു 3√3 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2√2. സിംപ്ലിഫൈ ചെയ്യുന്നു. ρ1 / ρ2 ഈസ് ഈക്വൽ ടു 12√3 ഡിവൈഡഡ് ബൈ √2. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ρ1 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ρ2 എന്നല്ലേ? അഥവാ ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ദെർഫോർ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഡെൻസിറ്റി ഓഫ് ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് സെക്കൻഡ് സ്ട്രക്ചർ, ഓർ ഡെൻസിറ്റി ഓഫ് സെക്കൻഡ് സ്ട്രക്ചർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് ഫസ്റ്റ് സ്ട്രക്ചർ. യെസ്, വെരി ഗുഡ്. യെസ്, കൊള്ളം കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. രേഷ്മ രഘുനാഥ്, അഖിലേഷ് MS, കൃതിക് ശ്യാം, വേണി ബി, നികിത ഭൂഷൺ, ഏഞ്ചൽ മേരി ജോർജ്, യെസ് വെരി ഗുഡ്. ആൻസി ബൈജു, യെസ്. അലൻ ബാബു, വേണി ബി, യെസ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡായിട്ട് വേണം നിങ്ങളിത് കൺസിഡർ ചെയ്യാൻ വേണ്ടി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ വരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ കാണുക. നിങ്ങളുടെ മുൻപിൽ ഞങ്ങളുണ്ട്, എല്ലാ വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ. അതായത് നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അത് സോൾവ് ചെയ്യാനാണെങ്കിൽ, ഡൗട്ടാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാണ്, ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും കോൺഫിഡൻസ് ലെവലിൽ മാറ്റം വരരുത്. യെസ്, ഓക്കെ. ദെർഫോർ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ്, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ശരിയാണ് പറഞ്ഞത്, ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓക്കെ. So, shall I can move to the next question? Yes. 7th question. The Henry's law constant for oxygen is dissolved in water is 4.34 into 10⁻⁴ atmosphere. At a certain temperature, if the partial pressure of oxygen in a gas mixture that is in equilibrium with the water is given as 0.434 atmosphere, what is the mole fraction of oxygen? ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഓഫ് ഓക്സിജൻ നമുക്ക് തന്നിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ എ ഗ്യാസ് മിക്സർ ഈസ് ഓൾസോ ഗിവൺ ദർ 0.434 തന്നിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4.34 ഇൻറ്റു 10⁻⁴ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ. ഏതാ ഫോർമുല? ഇത് മൂന്നും കണക്ട് ചെയ്തുകൊണ്ടൊരു ഫോർമുല നമുക്കുണ്ടല്ലോ. ഹെൻറീസ് ലോയിൽ നമ്മൾ ആ ഒരു ഫോർമുല മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. വിച്ച് ഈസ് ദാറ്റ് ഫോർമുല? റീകോൾ ചെയ്യാവോ? ഏതാ ഫോർമുല? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ. കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ, വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ഡയറക്റ്റായിട്ട് നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് KH ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. യെസ്, ഏഞ്ചൽ മേരി ജോർജ്, വെരി ഗുഡ്. സ്നേഹ പീറ്റർ, വെരി ഗുഡ്. സ്നേഹ പീറ്റർ ശ്രദ്ധിക്കണേ, നമ്മൾ ആ മാസിൻ്റെ ടേംസിലുള്ളതിനെ നമുക്ക് മോൾ ഫ്രാക്ഷൻ്റെ ടേംസിലും കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. സ്നേഹ പീറ്റർ, അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്ന് ഞാൻ എഴുതിയത്. സെയിം തന്നെയാണ് സ്നേഹ. Therefore, the correct answer is option number A. Yes, very good.
യെസ് ആൻസിമോൾ, യെസ് അജിൻ. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സംശയമുള്ളത് ദയവ് ചെയ്ത് ഡൗട്ട് ക്ലിയറൻസ് ഇതിൽ പോസ്റ്റ് ചെയ്ത് വെക്കുക, ചാറ്റിൽ പോസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. അല്ലല്ല, ഈശോ ഈശോ ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈശോ യെസ്, നമ്മൾ ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. യെസ്, ഓക്കെ. യെസ് അഞ്ജലി കെ ആർ, ജാൻസി സുനിൽ, ആഷ്ലിൻ ആർ കെ, യെസ് ജാസ്മിൻ, യെസ് വെരി ഗുഡ്. Abel, okay. Let me go to the next question, 8th question. For a first order reaction, A gives B. A gives a B. At 35 degrees Celsius, the volume of A left in the reaction vessel at various times are given below. That is, at a time t is equal to 0, the volume is given as a 25 ml, milliliterലാണ് തന്നിരിക്കുന്നത്. At a time t is equal to 10 minute, the volume is 20 ml. ടൈം 20 മിനിറ്റ് ആകുമ്പോൾ വോളിയം 15.7, അതുപോലെ ടൈം 30 ആകുമ്പോൾ വോളിയം 12.5, ടൈം 40 ആകുമ്പോൾ വോളിയം 9.6. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും തന്നിരിക്കുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഹിയർ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഡിഫറൻറ്റ് ടൈമിലുള്ള വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് യു നോ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അറ്റ് 2 ഡിഫറൻറ്റ് ടൈം, then rate constant K can be expressed as 2.303 divided by T2 minus T1 into log R1 divided by R2. അങ്ങനെയാണെങ്കിൽ സോ ഹിയർ കോൺസെൻട്രേഷന് പകരം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വോളിയമാണ് തന്നിരിക്കുന്നത്. Therefore that expression can be rewrite as K is equal to 2.303 divided by T2 minus T1 ഇൻറ്റു ലോഗ് R1 ഡിവൈഡഡ് ബൈ R2 പകരം ഞാൻ എന്തെടുത്തു? വോളിയം എടുത്തതേ ഉള്ളൂ. V1 ഡിവൈഡഡ് ബൈ V2 ഞാൻ എടുത്തു. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ. 2 ഡിഫറൻറ്റ് ടൈമിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിലേഷൻഷിപ്പ് ലോഗ് R1 ബൈ R2 ആണ്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് പകരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ആയതുകൊണ്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെ റീറൈറ്റ് ചെയ്തു? 2.303 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഇൻറ്റു ലോഗ് V1 ബൈ V2 എന്നാണ് നമ്മൾ റീറൈറ്റ് ചെയ്തത്. ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ പോരെ. ഏതെങ്കിലും 2 ഡിഫറൻറ്റ് ടൈമിലുള്ള വോളിയം നിങ്ങൾ കൺസിഡർ ചെയ്തേ. നമുക്ക് ആദ്യം ഈ ടൈം T1 0 ആയിട്ട് എടുക്കാം, ടൈം T2 10 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ V1 25 ആയിട്ട് എടുക്കാം, V2 20 ആയിട്ട് എടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, റേറ്റ് കോൺസ്റ്റന്റ് കിട്ടിയില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യെസ് യെസ് രേഷ്മ, യെസ് ആഷ്ലിൻ ആർക്കെ, ലോലിത് തോമസ്, യെസ് യെസ് ഓർക്കുന്നുണ്ട് കേട്ടോ, ലോലിത്, യെസ് ആൻസിമോൾ ബൈജു, അഖിലേഷ് MS, കറക്റ്റാണ് ആൻസർ. എൽദോ സാബു, എടാ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. എൽദോ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് എവിടെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 10 മൈനസ് 0 ഇൻറ്റു ലോഗ് 25 ഡിവൈഡഡ് ബൈ 20 ആണ് വരുന്നത്. അതായത് ലോഗ് 25 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ ലോഗ് 5/4 ആണ്. ലോഗ് 5/4ൻ്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓൺ സോൾവിങ് ദിസ് വി ഗെറ്റ് ദി ആൻസർ ആസ് ഓപ്ഷൻ നമ്പർ A. ഓക്കെ, ഐ തിങ്ക് എല്ലാവരും തന്നെ കറക്റ്റ് ആൻസറാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. ആരും തന്നെ തെറ്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല. യെസ്, അതിനർത്ഥം തെറ്റ് പോസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്നല്ല കേട്ടോ. യെസ്, സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ E cell ഓഫ് ദ ഫോളോയിങ് സെൽ ഈസ് സെല്ല് പ്ലാറ്റിനം H2 ഗ്യാസ് അറ്റ് 1 bar പ്രഷർ, H പ്ലസ് അയോൺ അറ്റ് 1 molar കോൺസെൻട്രേഷൻ, ദെൻ H പ്ലസ് അയോൺ അറ്റ് 0.1 molar കോൺസെൻട്രേഷൻ, H2 ഗ്യാസ് അറ്റ് 1 bar പ്രഷർ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഈ സെൽ റിയാക്ഷൻ്റെ സെൽ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെല്ല് റിയാക്ഷൻ അല്ലെങ്കിൽ ഈ സെൽ റെപ്രസെൻറ്റേഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലാണിത്. ആനോഡും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്, ക്യാഥോഡും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. Therefore, what about the cell potential? How can we find out the cell potential? Yes. Cell potential can be calculated by using the formula Nernst equation. E cell is equal to E0 cell minus
0.0591 ഡിവൈഡഡ് ബൈ എൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ പ്രകാരം ഞാൻ എഴുതുവാണെങ്കിൽ -2.303 RT ഡിവൈഡഡ് ബൈ എൻ എഫ് ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് വരുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയതുകൊണ്ട് E0 സെൽ എന്ന് പറയുമ്പോൾ E0 കാഥോഡ് മൈനസ് E0 ആനോഡ. സെൽ റെപ്രസെൻറ്റേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനോഡും റൈറ്റ് ഹാൻഡ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാഥോഡുമാണ്. അപ്പം ആനോഡും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്, കാഥോഡും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. അല്ലാതെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം സെൽ പൊട്ടൻഷ്യൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഓർ E0 സെൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് 0. കാരണം കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും 0 ആയി. ദെർഫോർ സെൽ പൊട്ടൻഷ്യൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് E സെൽ ഈസ് ഈക്വൽ ടു -2.303 RT ഡിവൈഡഡ് ബൈ എൻ എഫ് ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. ഈ തന്നിരിക്കുന്ന സെൽ റെപ്രസെൻറ്റേഷനെ സെൽ റിയാക്ഷൻ ആയിട്ടൊന്ന് മാറ്റിക്ക്, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേ. ഞാനിതാ ഈ സെൽ റെപ്രസെൻറ്റേഷനെ സെൽ റിയാക്ഷൻ ആയിട്ട് ഞാൻ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന ആനോഡ, അപ്പോൾ എപ്പോഴും ഓക്സിഡേഷൻ നടക്കണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്നത് കാഥോഡ, റിഡക്ഷൻ നടത്തണം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഞാൻ എഴുതുന്നു. ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 ബാർ പ്രഷർ എന്തായിട്ട് മാറുന്നു? H+ അയോൺ ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ നടത്തും. H+ at 1.1 molar concentration is undergo reduction to give hydrogen gas at 1 bar pressure. അപ്പോൾ റിഡക്ഷൻ നടത്തുന്നതും H+ അയോൺ, പക്ഷേ ഏത് കോൺസെൻട്രേഷൻ ആണ്? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 0.1 മോളാർ കോൺസെൻട്രേഷനിലുള്ള H+ റിഡക്ഷൻ നടത്തി ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. അതും 1 ബാർ പ്രഷറാണ്. അപ്പം ശ്രദ്ധിക്കുക, സെൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ആനോഡ, ഓക്സിഡേഷൻ പ്രോസസ്സ് നടത്തണം. അതായത് 1 ബാർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഓക്സിഡേഷൻ നടത്തി 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള H+ ആയിട്ട് മാറുന്നു. അതാണ് ഞാനിവിടെ ആദ്യം എഴുതിയത്. 1 ബാർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഓക്സിഡേഷൻ നടത്തി 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള H+ ആയിട്ട് മാറി. രണ്ടാമത് റൈറ്റ് ഹാൻഡ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കാഥോഡ. റൈറ്റ് ഹാൻഡ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കാഥോഡ. കാഥോഡ് എന്ന് പറയുമ്പോൾ റിഡക്ഷനാണ്. എന്ന് പറഞ്ഞാൽ H+ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറണം. അതായത് 0.1 മോളാർ കോൺസെൻട്രേഷനിലുള്ള H+ റിഡക്ഷൻ നടത്തി ആരായിട്ട് മാറി? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ. ഇത് ഈ ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേ. ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേ. വിച്ച് ഈസ് ഈക്വൽ ടു -2.303 RT ഇൻറ്റു N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഒരു H2 2H+ ആയിട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ 2H+ ഒരു H2 ആയിട്ട് മാറിയപ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2. 2F ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 വിത്ത് പവർ 2. കാരണം സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് 2 അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 വിത്ത് പവർ 2. സിംപ്ലിഫൈ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു -2.303 RT ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് 1 ഡിവൈഡഡ് ബൈ 10⁻⁻² അല്ലേ വരുന്നത്? ഓർ വിച്ച് ഈസ് ഈക്വൽ ടു -2.303 RT ഡിവൈഡഡ് ബൈ 2F ഇൻറ്റു ലോഗ് 10⁻². ലോഗ് 10⁻² എന്ന് പറയുന്നത് 2ഉം 2ഉം ക്യാൻസലായി. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1, -2.303 RT ഡിവൈഡഡ് ബൈ F. യെസ്, കെവിൻ ജേക്കബ്. യെസ് നീറ്റ് റിപ്പീറ്റർ. യെസ്, ലോൺ. ഞാനത് സ്പെസിഫൈ ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. കെവിൻ ജേക്കബ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.
വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മളിവിടെ ആനോഡ് ബൈ കാഥോഡ് ഉപയോഗിക്കത്തില്ല സാറേ എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എപ്പോഴും ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ എപ്പോഴും സുരക്ഷിതം പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ഉപയോഗിക്കുന്നതായിരിക്കും. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് സെൽ റെപ്രസെൻറ്റേഷനെ സെൽ റിയാക്ഷനായിട്ടൊന്ന് മാറ്റണം. എപ്പോഴും സെൽ റിയാക്ഷനിൽ നിന്ന് ഈ സെൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും എറർ ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് സെൽ റെപ്രസെൻറ്റേഷനെ സെൽ റിയാക്ഷനായിട്ട് മാറ്റി. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം കുട്ടികൾ, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക. സെൽ റെപ്രസെൻറ്റേഷനെ സെൽ റിയാക്ഷനായിട്ട് മാറ്റി. അതിനുവേണ്ടി ഓർക്കാനുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആനോഡും റൈറ്റ് ഹാൻഡ് സൈഡ് കാഥോഡുമാണ്. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും. ഡയറക്റ്റായിട്ട് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത് തെറ്റാൻ സാധ്യതയുള്ളത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിഡർ ചെയ്യുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആയിട്ട് തന്നെ എടുക്കും. അങ്ങനെയല്ല, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് വരുമ്പോൾ മാത്രമേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0 ആകുന്നുള്ളൂ. അതുകൊണ്ട് സെൽ പൊട്ടൻഷ്യൽ 0 അല്ല, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ് എന്ത് വരുന്നത്, 0 വരുന്നത്. ഓക്കെ, യെസ്, ഏബൽ, സിദ്ധാർത്ഥ്, അതുൽ, നികിത, കൊള്ളാം കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൽദോ സാബു എവിടെയാണ് മനസ്സിലാകാനുള്ളത്? എൽദോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോ കെമിസ്ട്രി തന്നെയാണ്. ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി, ഇഫ് 1 ആംപിയർ ഓഫ് കറന്റ് ഈസ് പാസ്ഡ് ടു എ ചാർജ് ദ ബാറ്ററി ഫോർ 1 hour, the number of moles of lead sulfate converted to lead dioxide. Lead acid battery, 1 ampere of current is passed to charge the battery for 1 hour. The number of moles of lead sulfate converted to lead dioxide. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അല്ല നമുക്ക് തന്നിരിക്കുന്നത്, റീചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററി അഥവാ ലെഡ് സ്റ്റോറേജ് സെല്ല് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ റിയാക്ഷൻ ഏതാ വരുന്നത്? കാഥോഡിലുള്ള റിയാക്ഷൻ ഏതാ വരുന്നത്? അതായത് ലെഡ് ഡയോക്സൈഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻ ഏതാ? ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ കാഥോഡിൽ ലെഡ് ഡയോക്സൈഡ് H+ അയോണിൻ്റെ പ്രസൻസിലും സൾഫേറ്റ് അയോണിൻ്റെ പ്രസൻസിലും റിഡക്ഷൻ നടത്തി ആരായിട്ട് മാറുക? ലെഡ് സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ലെഡ് സൾഫേറ്റ് പ്ലസ് വാട്ടർ. ലെഡ് സൾഫേറ്റ് പ്ലസ് വാട്ടർ. ബട്ട് ഓൺ റീചാർജിങ്, ചാർജ് ചെയ്യുക, അതായത് അങ്ങോട്ടേക്ക് കറണ്ട് കൊടുക്കുക. ഓൺ റീചാർജിങ് ദിസ് സെൽ റിയാക്ഷൻ ഗെറ്റ് റിവേഴ്സ്ഡ്. ദാറ്റ് ഈസ് ലെഡ് സൾഫേറ്റ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഗീവ് ലെഡ് ഡയോക്സൈഡ് H+, സൾഫേറ്റ് അയോൺ ആൻഡ് 2 ഇലക്ട്രോൺസ്. റിവേഴ്സ് ചെയ്തു. നമുക്കറിയാം നോർമലി നമുക്ക് പിന്നെ വാഹനം അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഈ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളില്ല. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ആ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഓഫായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മളിപ്പോൾ ലൈറ്റ് ഓണാക്കി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് സിസ്റ്റം ഓണാക്കി അത് ഫംഗ്ഷൻ ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് അവിടെയുള്ള ലെഡ് ഡയോക്സൈഡ് ആരായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ലെഡ് സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് വാഹനം റണ്ണിങ് ആയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ ഇത് ഈ റിയാക്ഷൻ നേരെ റിവേഴ്സ് ചെയ്യും. കാരണം അവിടെ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുക, റീചാർജ് ചെയ്യുക. അപ്പം റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. ലെഡ് സൾഫേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം ഈ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? 2 moles ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുമ്പോൾ 1 mole ഓഫ് ലെഡ് സൾഫേറ്റ് ആരായിട്ട് കൺവേർട്ട് ചെയ്യും? ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 2 moles ഓഫ് ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ 2 moles ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുമ്പോൾ 1 mole ലെഡ് സൾഫേറ്റ് ആരായിട്ട് കൺവേർട്ട് ചെയ്തു? ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. 2 mole ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര ഫാരഡെയാ? 2 ഫാരഡെയാ. 2 ഫാരഡെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 mole ലെഡ് സൾഫേറ്റ് ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ആംപിയർ കറണ്ട് 1 മണിക്കൂർ പാസ് ചെയ്യുമ്പോൾ എത്ര ഫാരഡെയാണ് പാസ് ചെയ്യുന്നത് നോക്കിയാൽ പോരെ? ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 2 ഫാരഡെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 1 mole ലെഡ് സൾഫേറ്റ് ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഫാരഡെ കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് ഫാരഡെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ഏതാ? Q ഡിവൈഡഡ് ബൈ 96,500 ചെയ്തേച്ചാൽ മതി. Q എന്ന് പറയുന്നത് ആരാ? I × T ഡിവൈഡഡ് ബൈ 96,500. സിംപ്ലിഫൈ ചെയ്യുന്നു.
ഐ നമുക്ക് തന്നിട്ടുണ്ട് 1 ആംപിയർ, ടൈം അവറിലാണ് തന്നിരിക്കുന്നത്, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 60 × 60 ഡിവൈഡഡ് ബൈ 96,500. സോൾവ് ചെയ്തേ, എത്ര ഫാരഡേ ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ. എന്നിട്ട് അത്രയും ഫാരഡേ കൊണ്ട് എത്ര മോൾ ലെഡ് സൾഫേറ്റിനെ ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് അവർ ആൻസർ. Okay, students. So here we get the number of Faraday as 0.0373. 0.0373. യെസ്, നികിത ഭൂഷൺ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യണേ. അതുൽ ബി കറക്റ്റാണ് ആൻസർ കേട്ടോ. ഏഞ്ചൽ മേരി കറക്റ്റാണ്. യെസ്. രേഷ്മ രഘുനാഥ് കറക്റ്റ് അല്ല കേട്ടോ, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യണേ. ഏഞ്ചൽ മേരി കറക്റ്റാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് 0.0373 ഫാരഡേ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ഫാരഡേ 1 മോള. 0.0373 ഫാരഡേ പ്രൊഡ്യൂസ് ഹൗ മെനി മോൾസ് ഓഫ് ലെഡ് സൾഫേറ്റ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So here the x is equal to 0.0186. Therefore the correct answer is option number B. Okay. ഉത്തര രാജപ്പൻ, ആദിത്യ ശങ്കർ ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കണം. ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കണം. നമുക്ക് 2 ഫാരഡേ പാസ് ചെയ്യുമ്പോഴാണ് 1 മോൾ ലെഡ് സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ 0.0373 പാസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര മോളാണ് ലെഡ് സൾഫേറ്റ് ലെഡ് ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? യെസ്, ഓക്കെ. Yes, okay, Reshma, okay. So let me go to the next question. Okay. So organic chemistry ആണ്. Allyl bromides are not good candidates for the which reaction? Woods-Fittig reaction, Friedel-Crafts reaction, Grignard reaction, Gabriel-Thallimide synthesis. Aryl bromides are not a good candidate for which reaction? Aryl bromide. Which reaction? Gabriel-Thallimide synthesis. Because in the case of Gabriel-Thallimide synthesis or Gabriel-Thallimide synthesis is used for the preparation of alkyl amines. Aromatic amines cannot be prepared by Gabriel-Thallimide synthesis because aryl halides does not undergo nucleophilic substitution reaction. അതുകൊണ്ട് തന്നെ Gabriel-Thallimide synthesis ഉപയോഗിച്ച് പ്രൈമറി അമീനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ആരോമാറ്റിക് പ്രൈമറി അമീൻ അഥവാ അനിലിൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് aryl halides does not undergo nucleophilic substitution reaction. Therefore, aryl bromides are not a good candidate for Gabriel-Thallimide synthesis. Okay. Hasina Nasser. Yes. Okay. Yes, Abel Thomas. Ansi Mol. Yes, very good. Albi, yes, very good. Yes. Okay. Let me go to the next question. The following reaction is named as. Can you predict the name of this reaction? Whether it is Reimer-Tiemann reaction, Kohl-Schmidt reaction, Cannizzaro reaction, Gattermann reaction, or aldol condensation. Thal aldehyde on reaction with potassium hydroxide, maybe concentrated potassium hydroxide, concentrated alkali. So which reaction? Nothing but it is our Cannizzaro reaction. That is aldehyde which do not have an alpha hydrogen atom undergo auto oxidation and reduction disproportionation reaction with the concentrated alkali. One of the molecule of aldehyde is converted into primary alcohol and another is converted to salt of carboxylic acid or carboxylic acid salt. So here we take a thal aldehyde, therefore one aldehyde group is converted into alcoholic group and other is converted to potassium salt of carboxylic acid.
Therefore, which reaction is a Cannizzaro reaction? ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആൽക്കലി, പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റഡ് ആൽക്കലി വന്നിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആയിട്ടുള്ള റിയാക്ഷനിൽ which does not consist of alpha hydrogen atom undergo Cannizzaro reaction. ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ആൽഡിഹൈഡ് കീറ്റോൺസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 13th question. The compound which does not lead to benzoic acid by the oxidation with potassium permanganate. Which compound does not undergo oxidation with potassium permanganate? Neat booster. ദയവ് പേര് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. യെസ്, നികിത ഭൂഷൺ. Which compound does not undergo oxidation with potassium permanganate? Listen, oxidation with the potassium permanganate take place only in compound containing one benzylic carbon hydrogen bond. That is, side chain carbon should consist of alpha carbon should consist of one carbon hydrogen bond. One alpha carbon ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ കോമ്പൗണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടത്തത്തുള്ളൂ. അപ്പം ഇവിടെ ഏത് കോമ്പൗണ്ടിലാണോ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത്, ദാറ്റ് കോമ്പൗണ്ട് ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന 5 കോമ്പൗണ്ടിൽ സൈഡ് ചെയിനിലുള്ള ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത് ഏതാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ആൻസിമോൾ, ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരിക്കലും അത് ടൊളുവിൻ വരത്തില്ലല്ലോ. ടൊളുവിൻ എന്ന് പറയുന്നത് സൈഡ് ചെയിനിലുള്ള ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടല്ലോ, 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വന്നിട്ടില്ലേ. ദെയർഫോർ ദാറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ടൊളുവിൻ ഓക്സിഡേഷൻ നടത്തും. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏതാ? ഇതല്ലേ ബെൻസൈൽ ആൽക്കഹോൾ. അവിടെയും സൈഡ് ചെയിനിലുള്ള ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടല്ലോ, 2 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബെൻസൈൽ ആൽക്കഹോളും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടത്തുമല്ലോ. ഇല്ല. ആദിത്യ ശങ്കർ, ഒരിക്കലും ഇല്ല. സ്റ്റൈറിൻ്റെ ഫോർമുല ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. സ്റ്റൈറിൻ അല്ല, ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടല്ലോ. നോർമൽ ബ്യൂട്ടൈൻ ബെൻസീൻ, നോർമൽ ബ്യൂട്ടൈൽ ബെൻസീന് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് വരുന്നത്. അവിടെയും ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഓക്സിഡേഷൻ നടക്കും. അല്ല, ടെറിഷറി ബ്യൂട്ടൈൽ ബെൻസീന്, ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. ഇവിടെ നോക്കിക്കേ, ആൽഫ കാർബൺ ആറ്റത്തിൽ സൈഡ് ചെയിനിലുള്ള ആൽഫ കാർബൺ ആറ്റത്തിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടോ? ഇല്ല. ദെയർഫോർ ദിസ് ടെറിഷറി ബ്യൂട്ടൈൽ ബെൻസീൻ ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അടുത്ത സ്റ്റൈറിൻ എഴുതി നോക്കിക്കോ നിങ്ങൾ. ഇതല്ലേ സ്റ്റൈറിൻ്റെ ഫോർമുല വരുന്നത്. ആൽഫ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടല്ലോ സ്റ്റൈറിന്. സ്റ്റൈറിൻ, therefore it undergo oxidation with potassium permanganate. Therefore the compound which does not undergo oxidation with potassium permanganate is the compound which does not have benzylic carbon hydrogen bond or alpha carbon atom does not consist of a carbon hydrogen bond. Okay, okay, Akshay, yes, thank you very much. Sneha Peter, yes, very good. Nikita, yes. Tina TG, yes. Gada Manoj, yes, okay. കൊള്ളാം കേട്ടോ. ആൻസിമോൾ, അക്ഷയ്, കെവിൻ, കൃതിക്, ഗാഥ, യെസ്. നികിത, യെസ്. ഓക്കെ. സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ബെൻസോനൈട്രൈൽ ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ബെൻസാൽഡിഹൈഡ് ഓൺ ദ ട്രീറ്റ്മെന്റ് വിത്ത്. ബെൻസോനൈട്രൈൽ, ബെൻസോനൈട്രൈൽ, ബെൻസോനൈട്രൈൽ ക്യാൻ ബി പ്രിപ്പയർഡ്. ഹൗ ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ബെൻസാൽഡിഹൈഡ്? ബെൻസാൽഡിഹൈഡിൽ നിന്ന് എങ്ങനെ ബെൻസോനൈട്രൈൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഈസ് ദ റിയേജന്റ് വി നീഡ് ടു യൂസ് ഇൻ ഓർഡർ ടു പ്രിപ്പയർ ബെൻസോനൈട്രൈൽ ഫ്രം ബെൻസാൽഡിഹൈഡ്? Can you predict? NH3 or NH3 followed by the hydrogenation with the nickel, hydroxylamine, hydroxylamine followed by the dehydration with the acetic anhydride. Hydroxylamine followed by the dehydration with the acetic anhydride. So this is a reaction. Aldehyde which on reaction with the hydroxylamine NH2OH.
result in the formation of rearrangement, water molecule eliminate ചെയ്തു, result in the formation of CH double bond NOH, which again in presence of acetic anhydride, in presence of acetic anhydride again water molecule is eliminated, water molecule eliminate ചെയ്തു, which is the product obtained benzonitrile, C triple bond N. So aldehyde can be converted into benzonitrile on reaction with hydroxylamine followed by dehydration, removal of water molecule in presence of acetic anhydride. ഓക്കെ, ഗാഥ മനോജ് എനിക്ക് മനസ്സിലായില്ല ഡൗട്ട് കേട്ടോ. ഗാഥ മനോജ് ഡൗട്ട് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ. So let me go to the next question, 15th question. Which one of the following set form biodegradable polymer? ബയോഡിഗ്രേഡബിൾ പോളിമർ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വലറേറ്റ് PHBV എന്ന് പറയുന്നത്. So which is the monomer used for the preparation of this PHBV, biodegradable polymer by condensation polymerization? 3-hydroxybutanoic acid and 3-hydroxypentanoic acid. ഞാനിത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തിയറിയിൽ തന്നെ ഉള്ളതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബയോഡിഗ്രേഡബിൾ പോളിമർ ഈസ് PHBV, വിച്ച് ഈസ് കോൾഡ് ആസ് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വലറേറ്റ്. So the monomer used is 3-hydroxybutanoic acid and 3-hydroxypentanoic acid. Yes. So let me go to the 16th question. Cyclohexylamine and aniline can be distinguished by using which of the reaction or which of the reagent? Cyclohexylamine and aniline can be distinguished. No, not a Hinsberg test, Nikita Bhushan, not a Hinsberg test. Hinsberg test is used to identify primary amine, secondary amine and tertiary amine. Eldo Sabu, okay. Eldo Sabu അത് അസറ്റിക് അൺഹൈഡ്രേഡ് AC2O എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അസറ്റിക് അൺഹൈഡ്രേഡ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ അപ്രോൺ നമ്മൾ കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ബയോഡിഗ്രേഡബിൾ പോളിമർ എന്ന് പറയുന്ന PHBV ആണ് നമുക്ക് NCERT ബുക്കിൽ തന്നിരിക്കുന്ന ബയോഡിഗ്രേഡബിൾ പോളിമർ. നോ അത് ലെംബി അല്ലല്ല, ലസാഗ്നസ് ടെസ്റ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. സൈക്ലോഹെക്സൈലമീനെയും അനിലിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ബ്രോമിൻ വാട്ടർ. യെസ്, വെരി ഗുഡ് AB സക്കറിയ. ബ്രോമിൻ വാട്ടർ, വി ആർ യൂസിങ് ബ്രോമിൻ വാട്ടർ, not a carbylamine test, bromine water, because aniline on reaction with the bromine water result in the formation of 2,4,6 tribromoaniline, which is a white precipitate, whereas cyclohexylamine does not undergo any reaction with the bromine water. Aniline on reaction with the bromine water to give 2,4,6 tribromoaniline, white precipitate. (2,4,6) tribromoaniline, white precipitate. Whereas cyclohexylamine does not undergo any reaction with no reaction with the bromine water. No reaction with the bromine water. Therefore, bromine test is used to distinguish cyclohexylamine and aniline. No.
ഗാഥ മനോജ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് നിക്കലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അർജുൻ വാട്ട് ഈസ് യുവർ ഡൗട്ട്? മനസ്സിലായില്ല അർജുൻ. Yes, okay. Let me go to the next question. That is, propene react readily with the diborane and the product obtained on oxidation with the alkaline hydrogen peroxide give. Alkene which react with the diborane and the resulting product undergo oxidation with the alkaline hydrogen peroxide. The product obtained is which one? So the reaction with the diborane followed by alkaline oxidation is called as a oxidative hydroboration process. On oxidative hydroboration process, water molecule is indirectly added according to anti-Markovnikov rule. വേറെ ഒന്നും അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്സിഡേറ്റീവ് ഹൈഡ്രോബൊറേഷൻ പ്രോസസ്സിൽ വാട്ടർ മോളിക്യൂൾ ഈസ് ഇൻഡയറക്റ്റ്ലി ആഡഡ് അക്കോർഡിംഗ് ടു ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അപ്പോൾ നമ്മുടെ ഈ പ്രൊപ്പീനിലേക്ക് വാട്ടർ മോളിക്യൂൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്? അതും എങ്ങനെയായിരിക്കണം? ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ആയിരിക്കണം. AM അഡീഷൻ ആയിരിക്കണം. H+ should be added to carbon atom having less number of hydrogen atom and OH- is added to carbon atom having more number of hydrogen atom. Therefore, which is the correct answer? Yes, Gada Manoj. So by using nickel catalyst, in presence of nickel catalyst, hydrogenation is possible. That is, we can convert double bond to single bond. Isn't it? Okay. So which is the product obtained when this propene undergo oxidative hydroboration process? Oxidative hydroboration process. This is option number C, isn't it? Oxidative hydroboration process. Yes, Akhilesh MS, correct answer. Nikita Bhushan, yes, okay. I think മൂന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. Yes. So water molecule is indirectly added according to anti-Markovnikov rule. OH ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു, ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഈസ് കൺവേർട്ടഡ് ടു സിംഗിൾ ബോണ്ട്. യെസ് ഓക്കെ. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് ഹൈഡ്രോബൊറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മനസ്സിൽ കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. So let me go to the next question. Consider the following haloalkanes: 1 bromobutane, 2 bromo, 2 methyl propane, 2 bromobutane. The boiling point of the above isomeric haloalkanes decreases in which order? The boiling point of isomeric haloalkanes decreases in which order? Isomeric haloalkanes ആണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ് വരുന്നത്. Therefore, what about the order of boiling point? ഒരൊറ്റ പോയിന്റ് ഓർക്കാനുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഐസോമറിക് കോമ്പൗണ്ട്സ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ്. കാരണം ബ്രാഞ്ചിങ് കൂടിയിട്ടുണ്ടെങ്കിൽ ഏത് കുറഞ്ഞു? സർഫസ് ഏരിയ കുറഞ്ഞു. സർഫസ് ഏരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്തു. Therefore, in the case of isomeric compounds, we can say that boiling point decreases with the increase in branching. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 കോമ്പൗണ്ടിൽ എവിടെയാണ് ബ്രാഞ്ചിങ് കൂടുതലുള്ളത്, എവിടെയാണ് ബ്രാഞ്ചിങ് കുറവുള്ളത് എന്ന് ശ്രദ്ധിച്ചേ. സോ ഫസ്റ്റ് ബ്രോമോബ്യൂട്ടൈൻ. വൺ ബ്രോമോബ്യൂട്ടൈൻ ഫസ്റ്റ് കേസ്. സെക്കൻഡ് വണ് 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ. 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ. തേർഡ് വണ് 2 ബ്രോമോ ബ്യൂട്ടൈൻ. എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ആയി. ടു ബ്രോമോ ബ്യൂട്ടൈൻ. സോ വിച്ച് ഈസ് അവർ കറക്റ്റ് ഓപ്ഷൻ? ബ്രാഞ്ചിങ് എവിടെയാണ് കൂടുതലുള്ളതെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി.
ഓക്കെ. സാറേ okay. Therefore, what about the answer? Yes, 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 very good. So the correct answer is option number E. Yes, okay. So next, a compound A with the molecular formula C4H10O react instantaneously with the cold hydrochloric acid in presence of anhydrous zinc chloride to form a compound B. B when heated with the metallic sodium in dry ether to form compound C. Identify the compound C. Compound with the molecular formula C4H10O react instantaneously with Lucas reagent to give a compound B. That compound B when reaction with sodium in dry ether to give a compound C. We need to identify the compound C. C4H10O. Lucas reagent gives a immediate white turbidity with ടെറിഷറി ആൽക്കഹോൾ. അപ്പോൾ തീർച്ചയായിട്ടും C4H10O എന്ന് പറയുന്നത് ഏതായിരിക്കണം? ടെറിഷറി ആൽക്കഹോൾ ആയിരിക്കണം. അപ്പം 4 കാർബൺ ആറ്റം വരുന്ന ടെറിഷറി ആൽക്കഹോൾ ഏതാണെന്നൊന്ന് എഴുതി നോക്കിക്കേ നിങ്ങൾ. 4 കാർബൺ ആറ്റം വരുന്ന ടെറിഷറി ആൽക്കഹോൾ, ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് ലൂക്കാസ് റിയേജന്റ് വൈറ്റ് ടെർബിഡിറ്റി കിട്ടാനുള്ള കാരണം OH ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ആര് വരുന്നതാണ്? ക്ലോറിൻ വരുന്നതാണ്. അത് ആരായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു? മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂഡ്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. സോ വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്? അതുൽ എം. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. അതുൽ എം. അർജുൻ സി. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കുട്ടികളെ, നിങ്ങൾ തെറ്റ് പോസ്റ്റ് ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നമ്മൾ ഇവിടെ തെറ്റിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, എക്സാമിന് ശരിയാക്കാനുള്ള സാധ്യത കൂടുക. കാരണം നമ്മുടെ തെറ്റുകൾ നമ്മൾ റിയലൈസ് ചെയ്യുക. അതുകൊണ്ട് തെറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആൻസർ പോസ്റ്റ് ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും. എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് യാതൊരു മടിയും വിചാരിച്ചേക്കരുത്. ക്ലാസ്സിൽ നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ എക്സാമിന് തെറ്റാനുള്ള സാധ്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിൽ എപ്പോഴും വേണം. നികിത ഭൂഷൺ കറക്റ്റ്. ആഷ്ലിൻ ആർക്കെ വെരി ഗുഡ്. ഐറിൻ, അർജുൻ യെസ് വെരി ഗുഡ്. ഇതേപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ പുറകിലുള്ള ഒരു ചെറിയൊരു തിയറി ഉണ്ട്, അല്ലെങ്കിൽ തിയറി അല്ല, ചെറിയൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമ്മുടെ കയ്യിലുണ്ടായാൽ മാത്രം മതി. അത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ മെക്കാനിസം സ്വയം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ആനന്ദ് സി കെ വെരി ഗുഡ്. ഹസീന നാസർ യെസ് വെരി ഗുഡ്. ആർട്ടിഫിഷ്യൽ അപ്രോൺ, പേരൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആൻസിമോൾ ബൈജു യെസ് വെരി ഗുഡ്. അതുൽ എം യെസ് ഓക്കെ. ടീന ടി ജി യെസ് കറക്റ്റ്. അപ്പം ഞാൻ ടെറിഷറി ആൽക്കഹോൾ എടുക്കുക. 4 കാർബൺ ആറ്റമുള്ള ടെറിഷറി ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏതാണ്? ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എടുക്കുന്നു. ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ലൂക്കാസ് റിയേജന്റ് OH ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ക്ലോറിൻ വന്നു. വിച്ച് ഓൺ സബ്ജക്റ്റഡ് ഓർ വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് വൂഡ്സ് റിയാക്ഷൻ മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിമെട്രിക്കൽ ആൽക്കെയിൻ. Two, 3, 3 tetramethyl butane is obtained. Therefore, the correct answer is option number C. Okay. Yes, okay, George. Very good. Yes, okay. Next, okay, 20th question. The major product obtained when 4-chloronitrobenzene is heated with the sodium hydroxide at 443 Kelvin and then treated with the dilute HCl. 4-chloronitrobenzene on treated with the sodium hydroxide at 443 Kelvin. Chlorobenzene on reaction with the sodium hydroxide at 443 Kelvin. Dow's process used for the preparation of phenol. Industrial method of preparation of phenol.
Chlorobenzene on reaction with the sodium hydroxide at 443 Kelvin. ഇവിടെ ക്ലോറോബെൻസീൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 4-chloro-nitrobenzene ആയിട്ടാണ് തന്നിരിക്കുന്നത്. യെസ്. ഓക്കെ ജോർജ്. യെസ്. 4-chloro-nitrobenzene on reaction with the sodium hydroxide at 443 Kelvin result in the formation of chlorine മാറി ആര് വന്നു? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ് വന്നു. Therefore which is the product obtained? Para-nitrophenol is obtained or 4-nitrophenol is obtained. Therefore the correct option is option number D. വേറൊന്നും അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഡൗസ് പ്രോസസ്സാണ് തന്നിരിക്കുന്നത്. ആ ഒരു റിയാജൻറ്റിൻ്റെ പ്രത്യേകത മാത്രം ഓർത്തിരുന്നു വെച്ചാൽ മതി. യെസ്. അവിടെ മെക്കാനിസം ഒന്നും കൺസിഡർ ചെയ്യാനില്ല. കാരണം ആ റിയാജൻറ്റിൽ നിന്ന് ഏത് റിയാക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് 443 Kelvin. Chlorobenzene is converted into phenol. Okay, let me go to the next question, 21st question. The product formed when acetone is heated with the barium hydroxide. Product formed when acetone is heated with the barium hydroxide. Can you predict the answer? So, aldol condensation. Aldehydes and ketones having at least one alpha hydrogen atom undergo reaction in presence of alkali which act as catalyst to form beta hydroxy aldehydes or beta hydroxy ketones. So, which is the product obtained? No. Gada Manoj, allala. Gada Manoj, allala. അവിടെ ചെറിയൊരു കാര്യമുണ്ട്. രേഷ്മ രഘുനാഥ് ആൻസർ അല്ല. ഹസീന നസർ ആൻസർ അല്ല. ജോർജ് ആൻസി ആൻസർ അല്ല. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗാഥാ മനോജ് സി യു അല്ല ആൻസർ. ലിസൺ, ഞാൻ അതിൻ്റെ റിയാക്ഷൻ ഞാൻ പറയാം. സോ വെൻ aldol condensation, aldehydes or ketones which consist of at least one alpha hydrogen atom in presence of alkali first to form beta hydroxy aldehydes or beta hydroxy ketones. ശ്രദ്ധിച്ചോണേ, ഞാൻ എഴുതുന്നു. അസിറ്റോൺ എഴുതുന്നു. അസിറ്റോൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അസിറ്റോണ്, സെക്കൻഡ് മോളിക്യൂൾ ഓഫ് അസിറ്റോണ്. ഞാൻ CH3 എന്നുള്ളത് CH2H എന്ന് എഴുതുന്നു. റീഅറേഞ്ച്മെൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു. എച്ച് ഹൈഡ്രജൻ H+ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നു, ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ പൈ ഇലക്ട്രോൺ പെയർ കാർബൺ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ കാർബൺ ആറ്റം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് COH, CH3, സിംഗിൾ ബോണ്ട് CH2, C ഡബിൾ ബോണ്ട് O, CH3. ലിസൺ, ഞാനൊന്നും കൂടെ ആ റീഅറേഞ്ച്മെൻറ്റ് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലിസൺ, റീഅറേഞ്ച്മെൻറ്റ് ഓർക്കുവാണെങ്കിൽ എളുപ്പം നമുക്ക് പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൈഡ്രജൻ H+ ആയിട്ട് ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. ഇലക്ട്രോൺ പെയർ കാർബൺ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെയുള്ള കാർബൺ ഈ കാർബൺ ആറ്റത്തിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ വാട്ട് അബൌട്ട് ദ നെയിം ഓഫ് ദിസ് പ്രൊഡക്റ്റ്? 4-hydroxy, നാലാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. 4-hydroxy 4-methyl pentane 2-on. Pentane 2-on. ശ്രദ്ധിക്കണം, pentane 2-on. But the answer is not option number D. Can you predict why it is so? നമുക്കിവിടെ കിട്ടുന്നത് കാര്യം ശരിയാണ്. ഓപ്ഷൻ നമ്പർ ഡി തന്നെയാണ് കിട്ടുന്നത്. 4-hydroxy 4-methyl pentane 2-on ആണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ദി ആൻസർ ഈസ് നോട്ട് ഓപ്ഷൻ നമ്പർ ഡി. വൈ? ഏഞ്ചൽ മേരി ജോൺ, അഖിലേഷ് MS, വെരി ഗുഡ്. കെവിൻ ജേക്കബ്, വെരി ഗുഡ്. സോ വെരി ഗുഡ്. നോ ഹംന നാസർ അല്ലല്ല, ആൻസർ അതല്ല. ഓപ്ഷൻ നമ്പർ ഡി അല്ല. കാരണം ശ്രദ്ധിക്കുക, ബേരിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ, ബേരിയം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, ബേരിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ 4-hydroxy 4-methyl pentane 2-on ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓൺ ഹീറ്റിംഗ് 1 minute 1 second.
ഓക്കെ. സോ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ? ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഓൺ ഹീറ്റിംഗ് ഡീഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ്. ഓൺ ഹീറ്റിംഗ് ഡീഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ്. വാട്ടർ മോളിക്കുൾ എലിമിനേറ്റ് ചെയ്തു ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. വാട്ടർ മോളിക്കുൾ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്കുൾ ഈസ് എലിമിനേറ്റഡ്. വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്? പ്രെഡിക്റ്റ് ദി ആൻസർ. ജസ്റ്റ് ഇൻ പ്രസൻസ് ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് ഇറ്റ് ഈസ് ഫോംഡ് beta hydroxy aldehyde or beta hydroxy ketones, but on heating dehydration take place. The resulting product here obtained is 4-methyl pent 3-ene-2-on is formed. Therefore the correct answer is option number A. Okay. Let me go to the next question. ശ്രദ്ധിക്കണം കേട്ടോ. Yes, Gada Manoj, very good. Yes. Next, which one of the following compound will give a propanamine in Hofmann's bromamide reaction? Which one of the following compound will give a propanamine in Hofmann's bromamide reaction? What is Hofmann's bromamide reaction? Which is used to prepare amine when amide group from amide group or amide group is converted into primary amine having one carbon atom less than that of parent amide by treating with alcoholic potassium hydroxide and bromine. Hofmann bromamide reaction എന്ന് പറയുന്നത് amide group is or amide is converted into primary amine on reaction with alcoholic potassium hydroxide and bromine, and the amine obtained having one carbon atom less than that of parent amide. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന അമീൻ ഏതാ? പ്രൊപ്പനാമീൻ. അപ്പോൾ നിർബന്ധമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമൈഡ് എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള ആളായിരിക്കണ്ടേ? കാരണം അമൈഡിൽ നിന്ന് ഹോഫ്മാൻ ബ്രോമാമൈഡ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്ന പ്രൈമറി അമീന് അമൈഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമൈഡിന് എന്തുണ്ടായിരിക്കണം? ഒരു കാർബൺ ആറ്റം കൂടുതലുണ്ടായിരിക്കണം. അപ്പം പ്രൊപ്പനാമീൻ കിട്ടണമെങ്കിൽ ഏത് അമൈഡായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്? ദാറ്റ് ഈസ് അവർ ആൻസർ. യെസ്, വെരി ഗുഡ് ഉത്തര രാജപ്പൻ. യെസ്, വെരി ഗുഡ്. ആൻസിമോൾ ബൈജു, വെരി ഗുഡ്. ദാറ്റ് ഈസ് എ കറക്റ്റ് സെൻസ്. ഇതാണ് നമുക്ക് ഒരു റിയാക്ഷനും ഇല്ലാതെ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, അഖിലേഷ് എം എസ്, കെവിൻ ജേക്കബ്, ഫിസ ഫിറോസ്, സ്നേഹ പീറ്റർ, വെരി ഗുഡ്. ദിസ് ഈസ് ദ കറക്റ്റ് വേ. യെസ്, വെരി ഗുഡ്. യെസ്, ബ്യൂട്ടനാമൈഡ് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്. കാരണം പ്രൊപ്പനാമൈനേക്കാളും ഒരു കാർബൺ ആറ്റം കൂടുതൽ ആയിരിക്കണം. Therefore, the correct answer is option number C. Yes. Okay, very good. Bindu CS, Adul MC. Yes. AB, yes. Okay. Let me go to the next question. Yes, answer എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. Yes. A compound A with molecular formula C5H10O gives a positive 2,4-DNP test but a negative tolerance test. On treatment with the sodium hypochlorite, it gives a chloroform and a compound B. Predict the compound B. C5H10 give a positive 2,4-DNP test. That means it may be aldehyde or ketone. കാരണം 2,4-DNP ടെസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ തരുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അത് ആൽഡിഹൈഡ് ആകാം അല്ലെങ്കിൽ കീറ്റോൺ ആകാം. ബട്ട് ഇറ്റ് ഗീവ് എ നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് നെവർ ബി ആൽഡിഹൈഡ്, ഇറ്റ് ഷുഡ് ബി കീറ്റോൺ. On treatment with the sodium hypochlorite, it converted to chloroform, haloform, and compound B. Predict the compound B. So we know that on reaction with Gada Manoj, ശ്രദ്ധിക്കണം, theory ശ്രദ്ധിക്കണം. Aldehydes and ketones have at least one methyl group linked to carbonyl carbon atom. On reaction with the sodium hypohalate to give sodium salt of corresponding carboxylic acid having one carbon atom less than that of parent carbonyl compound. On reaction with the sodium hypohalate, ഇവിടെ എടുത്തിരിക്കുന്ന സോഡിയം ഹൈപ്പോഹാലൈറ്റ് എന്ന് പറയുന്നത് ഏതാണെന്നേ ഉള്ളൂ? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ആൽഡിഹൈഡ് ആവട്ടെ കീറ്റോൺ ആകട്ടെ, ഹാവിങ് വൺ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു കാർബണിൽ കാർബൺ ആറ്റം. റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ടു ഗീവ്
sodium salt of corresponding carboxylic acid having one carbon atom less than that of parent ketone or parent aldehyde. Therefore, which is the corresponding carboxylic acid? നമുക്കിവിടെ തന്നിരിക്കുന്ന കീറ്റോൺ എന്ന് പറയുന്നത് ഏതാണ്? നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും കീറ്റോൺ ആയിരിക്കണം. ഏതായിരിക്കണം നമുക്കിവിടെ തന്നിരിക്കുന്ന കീറ്റോൺ? അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമായിട്ടും ഈ തന്നിരിക്കുന്ന പേരന്റ് കാർബണിൽ ഗ്രൂപ്പിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ 4 കാർബണാറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് ആയിരിക്കേണ്ടേ അവിടെ കിട്ടേണ്ടത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 കാർബണാറ്റം വരുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാ? 4 കാർബണാറ്റം വരുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാ? സോ സോഡിയം ബ്യൂട്ടനേറ്റ്. വേറെ ഒന്നും നമുക്കവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഒരു റിയാക്ഷൻ എഴുതാതെ നമുക്കവിടെ ആൻസർ ആയില്ലേ? യെസ്, ഓക്കെ. സോ ലെറ്റ് മീ ഗോ ടു ദ 24th ക്വസ്റ്റ്യൻ. N-phenyl ethanamide is treated with the bromine in acetic acid. The major product obtained is hydrolyzed by dilute alkali to get a compound A. Predict the compound A. N-phenyl ethanamide അല്ലെങ്കിൽ അസിറ്റാനിലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ അസറ്റിക് ആസിഡ്. അസറ്റാനിലൈഡ്. അസറ്റാനിലൈഡ്. അസറ്റാനിലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ്. Or instead of acetic acid, we can also use acetic anhydride. So which is the product obtained? Acetanilide ortho-para directing ആണ്. Therefore we get ortho-bromo acetanilide and para-bromo acetanilide. Which is the major product? Which is the major product? Para-bromo acetanilide is the major product. Which on hydrolysis in presence of alkali result in the formation of corresponding amine? Then give me the product, give me the answer. അജി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഫിസ ഫിറോസ്, വിച്ച് വൺ? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് തന്നത്. യെസ് അർജുൻ, വെരി ഗുഡ്. യെസ് ജോയൽ വിജി, യെസ് കറക്റ്റ്. ജോയൽ വിജി കറക്റ്റ് അല്ല കേട്ടോ, ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. യെസ് ഫിസ ഫിറോസ്, യെസ് പാര പൊസിഷൻ, പാരയാണ് മേജർ പ്രൊഡക്റ്റ്. ദെൻ വിച്ച് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഹിയർ? പാരാബ്രോമോ അസിറ്റാനിലൈഡ്. Which is the major product? Alkaline hydrolysis to give para-bromo aniline. Therefore, the correct option is option number D. Or 4-bromo aniline. Yes, okay. Yes, Adul MD, Yadu Krishnan, Nigida Bhushan. Yes, very good. Bindu C, yes, very good. Yes. Aji, correct ആണ് കേട്ടോ. So let me go to the next question. The compound that does not undergo hydrolysis by SN1 mechanism. Aryl halides does not undergo SN1 mechanism under ordinary condition. തന്നിരിക്കുന്ന ഓപ്ഷനിൽ അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ക്ലോറോ ബെൻസിൻ മാത്രമേ ഉള്ളൂ. Therefore the correct answer is option number C. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കറക്റ്റ് തിയറി പോർഷൻ തന്നെയാണ്. SN1 മെക്കാനിസം നടത്താത്തത് ആരാണ്? അരൈൽ ഹാലൈഡ്സ്. Then, which one of the following is a secondary alcohol? Secondary alcohol means hydroxyl group is attached to secondary carbocation. First, 2-methyl butane 2-ol. 2-methyl butane 2-ol, which is an example for which type of alcohol? Primary, secondary or tertiary? Tertiary alcohol.
tertiary alcohol. The second one is a 3-methyl butane 1-ol. നോക്കേണ്ട ആവശ്യമേ ഇല്ല, which is an example for a primary alcohol. 2-methyl butane 1-ol, which is also an example for primary alcohol. 2-methyl butane 1-ol. Then again 3-methyl butane 2-ol, example for a secondary alcohol. Therefore, the correct answer is option number D. Then again 2,2-dimethyl butane 1-ol, which is also an example for a primary alcohol. കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ആയി. Therefore, the correct answer is option number 4 or option D. Yes, ഹജിറ മുഹമ്മദ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, തെറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല, പോസ്റ്റ് ചെയ്താൽ മാത്രം മതി ആൻസർ. യെസ് യെസ്, ഓക്കെ. നികിത ഭൂഷൺ, യെസ് യെസ്. ഫിസ ഫിറോസ്, കറക്റ്റാ. യെസ്. Yes, yes, okay, Bindusi, yes, Joel Viji, yes. Let me go to the 27th question. An organic compound A with the molecular formula C7H6O forms 2,4-DNP derivatives and reduces Tollens reagent. That means a compound consists of carbonyl group and it is an example for a aldehyde. When A is heated with the concentrated sodium hydroxide, it gives sodium benzoate and the compound B. Predict the compound B. ഞാൻ ഒരു എക്സ്പ്ലനേഷനും തരുന്നില്ല. Can you give me the answer for this question? ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. 2,4-DNP ടെസ്റ്റ് തരുന്നുണ്ട്, കാർബണിൽ കോമ്പൗണ്ട് ആണ്. ടോളൻസ് റിയേജൻ്റ് ആയിട്ട് പോസിറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആൽഡിഹൈഡ് ആണ്. വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. Which on reaction with the concentrated sodium hydroxide? The one of the product obtained is a sodium benzoate, carboxylic acid ആണ് കിട്ടുന്നത്. Then predict the other one. ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. സ്നേഹ പീറ്റർ, ഹൗ ഇറ്റ് ഷുഡ് ബി ബെൻസാൽഡിഹൈഡ്, എങ്ങനെ അത് ബെൻസാൽഡിഹൈഡ് ആവുന്നത്? അജിൻ അജി, ജോയൽ വിജി. So which is the reaction? C7H6O ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായല്ലോ. അത് ഏത് ആൽഡിഹൈഡ് ആണെന്നൊന്ന് എഴുതി നോക്കിക്കുക നിങ്ങൾ. 7 കാർബണാറ്റം ഉണ്ടായിരിക്കണം, 6 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം. ഐറിനസ്, വെരി ഗുഡ്. ഐറിനസ്, വെരി ഗുഡ്. ഏതായിരിക്കണം ഈ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്? ഏതായിരിക്കണം? ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായല്ലോ, കാരണം അത് ടോളൻസ് ടെസ്റ്റ് തരുന്നുണ്ട്, നിർബന്ധമായിട്ടും ആൽഡിഹൈഡ് ആയിരിക്കണം. 7 കാർബണാറ്റം വരുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ബെൻസാൽഡിഹൈഡ് അല്ലേ? ദാറ്റ് ഈസ് aldehyde which does not have alpha hydrogen atom, which on reaction with the concentrated sodium hydroxide or potassium hydroxide. Irinus, very good. Which is the reaction? Aldehyde which does not have alpha hydrogen atom on reaction with the concentrated sodium hydroxide or potassium hydroxide. ഏതാ റിയാക്ഷൻ? യെസ്, ഇപ്പോഴാണ് അത് ക്ലിക്ക് ആയതല്ലേ. ഹജിറ മുഹമ്മദ്, ടീന ടി ജി, വെരി ഗുഡ്. ഫിറോസ്, ഫിസ ഫിറോസ്, വെരി ഗുഡ്. ജോയൽ വിജി, യെസ്, ക്ലിയർ ചെയ്തല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഹജിറ മുഹമ്മദ്, രേഷ്മ രഘുനാഥ്, യെസ്, വെരി ഗുഡ്. ക്യാനിസാരോ റിയാക്ഷൻ, ക്യാനിസാരോ റിയാക്ഷൻ. അപ്പോൾ പ്രൊഡക്റ്റ് ഏതായിരിക്കണം? 2 മോളിക്യൂൾസ് ഓഫ് ദിസ് ആൽഡിഹൈഡ്, ഒരെണ്ണം ആരായിട്ട് മാറി? ഓക്സിഡേഷൻ നടത്തി കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി, അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി. രണ്ടാമത്തെ മോളിക്യൂൾ റിഡക്ഷൻ നടത്തി ആരായിട്ട് മാറി? പ്രൈമറി ആൽക്കഹോൾ. ഒരാൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ഏതായിരിക്കണം ഇവിടെ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്? ബെൻസൈൽ ആൽക്കഹോൾ അല്ലേ വരേണ്ടത്? Therefore, which is the correct answer? Option E is the correct one. Yes, very good, very good. അപ്പം ഇത് ഒരു റിയാക്ഷനും ഇല്ലാതെ ഇത്രയും തന്നെ എഴുതാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം 7 കാർബണാറ്റം വരുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അതെന്തായിരിക്കും? ബെൻസാൽഡിഹൈഡ്. ഈ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ 1 സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, 2 ഏതാണ്? പ്രൈമറി ആൽക്കഹോൾ. യെസ്, ഓക്കെ, വെരി ഗുഡ്. നികിത ഭൂഷൺ, വെരി ഗുഡ്. ലെറ്റ് മീ ഗോ ടു ദ 28th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വുഡ് അണ്ടർഗോ ക്യാനിസാരോ റിയാക്ഷൻ? അതേ കോൺസെപ്റ്റ് തന്നെയാണ്, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിച്ച് ഡസ് നോട്ട് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. പ്രിഡിക്റ്റ് വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം.
2-methyl pentanol. Methyl pentanol. Cyclohexanone. 2,2-dimethyl butanol. Dimethyl butanol. 1-phenyl propanone. Phenyl propanone. Phenyl acetaldehyde. Which one consists of aldehyde or ketone which does not have alpha hydrogen atom? Nothing but which one? 2,2-dimethyl butanol. Therefore, the correct option is option number C. Yes. Okay. Alphonse Abraham, Gada Manoj, yes, very good. Yes. Okay. Alan Joseph, ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. Alan Joseph, ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കണം. ആൻസർ മാറിപ്പോയി. Yes, okay. So let me go to the next question. 29th question. Which one of the following can be prepared by Gabriel thalamide synthesis? Which of the following amine can be prepared by Gabriel thalamide synthesis? Gabriel thalamide synthesis. Gabriel thalamide synthesis. Gabriel thalamide synthesis is used for the preparation of primary alkylamine. Primary alkylamine. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ primary alkylamine ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. Which is the correct option? ethylamine. അതും ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. Gabriel thalamide synthesis is used for the preparation of primary amine. എന്താ Gabriel thalamide synthesisൽ നമ്മൾ ചെയ്യുന്നത്? Thalamide is converted to sodium salt or potassium salt of thalamide which on reaction with alkyl halide to give N-alkyl thalamide which on hydrolysis to give thalic acid along with alkylamine. Yes, thalamide ഇതിൻ്റെ കൂടെ ആ റിയാക്ഷനും കൂടെ മനസ്സിലുണ്ടാവണം. Thalamide on reaction with first this thalamide is converted to sodium salt or potassium salt of thalamide on reaction with alcoholic potassium hydroxide. Which on reaction with alkyl halide. ഇവിടെ ഒരു കാരണവശാലും അരൈൽ ഹാലൈഡ് പോസിബിൾ ആകത്തില്ല. That is why by using Gabriel thalamide synthesis it is not possible to prepare aromatic amine. Result in the formation of N-alkyl thalamide. N-alkyl thalamide. This N-alkyl thalamide on acid hydrolysis result in the formation of thalic acid along with alkylamine. Thalic acid along with alkylamine. Ethylamine. Okay. So let me go to the next question, 30th question. The reagent that is used to distinguish between secondary amine and tertiary amine. The reagent which is used to distinguish between secondary amine and tertiary amine. Benzene sulfonyl chloride, dilute hydrochloric acid, dilute sodium hydroxide, chloroform and alcoholic potassium hydroxide, carbylamine reaction, bromine water. So which reagent is used to distinguish between secondary and tertiary amine? No, not Anjali. Okay, Ajine.
Ajin Ajib, yes, very good Ajin. Ashlyn, Arya, very good. Ashlyn, Irenas, very good. Alphonse Abraham, Joel Vijay, yes, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. ബെൻസിൻ സൾഫോണിൽ ക്ലോറൈഡ്, ബിക്കോസ് ബെൻസിൻ സൾഫോണിൽ ക്ലോറൈഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹിൻസ്ബർഗ് റിയേജന്റ്. ഞാൻ നേരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പ്രൈമറി അമീൻ gives N-alkyl benzene sulfonamide which is soluble in alkali. Secondary amine give N-di-alkyl benzene sulfonamide which is insoluble in alkali, whereas tertiary amine does not have any reaction with benzene sulfonamide. Therefore, on reaction with the benzene sulfonamide, we can easily predict which is primary amine, secondary amine or tertiary amine. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈമറി അമീൻ ആണെങ്കിൽ സൾഫോണമൈഡ് ആയിട്ടുള്ള റിയാക്ഷനിൽ ഏതാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്, അത് ആൽക്കലിയിൽ സൊല്യൂബിൾ ആണ്. നേരെ മറിച്ച് സെക്കൻഡറി അമീൻ ആണെങ്കിൽ NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ടെറിഷറി അമീന് ദർ ഇസ് നോ റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണമൈഡ് ഓർ വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. ദെർഫോർ അവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ എ. യെസ്, ശ്രീറാം എസ്, വെരി ഗുഡ്. യെസ്. ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുൻപോട്ട് പോയിക്കോട്ടെ. Any doubt with regard to these questions? Okay. So, surface chemistry. In the coagulation of positive sol, the flocculation power of the ions, phosphate ion, sulfate ion and chloride ion decreases in which order? For the coagulation of positive sol, നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സോളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കോയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കണം. The flocculation power of this coagulating ion should be in which order? ഒറ്റ പോയിന്റ് ഓർക്കാനുള്ളൂ. According to Hardy-Schell's rule, the flocculating power or coagulating power is directly proportional to valency of coagulating ion. വേറൊന്നും അവിടെ ചിന്തിക്കാനില്ല. എത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം കീമിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. Yes, flocculating power is directly proportional to valency of coagulating ion. The correct option is option number B. കാരണം വാലൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ഫോസ്ഫേറ്റ് അയോണിന്. കാരണം പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിരിക്കണം. തന്നിരിക്കുന്നത് എല്ലാം ഏതിന് എക്സാമ്പിളാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിന് എക്സാമ്പിളാണ്. അപ്പം ആ കൊയാഗുലേറ്റിംഗ് അയോണിൽ, ആ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിൽ ആർക്കാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതലെന്ന് നോക്കിയാൽ മതി. യെസ്, ഓക്കെ. Next, adsorption is accompanied by what about the sign of enthalpy and entropy? ഇതാണ് ചോദിച്ചേക്കുന്നത്. Delta H decreases means enthalpy decreases means delta H negative. Delta H negative. Entropy decreases means delta S negative. അതേപോലെ തന്നെ enthalpy increases means delta H positive. എൻട്രോപ്പി ഡിക്രീസസ് മീൻസ് ഡെൽറ്റ എസ് നെഗറ്റീവ്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഡെൽറ്റ എച്ച് ഡിക്രീസസ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ്. എൻട്രോപ്പി ഇൻക്രീസസ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു അഡ്സോപ്ഷൻ. ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ബിലാൽ ജോൺ, ഏഞ്ചൽ മേരി, യെസ്, വെരി ഗുഡ്. ഈ ഒരു വൈകിയ സമയത്തും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തിയറി ഓഫ് അഡ്സോപ്ഷൻ പ്രകാരം ഇവിടെ ഒരു സർഫസ് എനർജി ഉണ്ട്. ഡ്യൂ ടു ദിസ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ്. കാരണം സർഫസ് പാർട്ടിക്കിൾസ് എപ്പോഴും ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഒരു സർഫസ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസ് സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സർഫസ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം അഡ്സോപ്ഷൻ നടക്കുന്നതിനനുസരിച്ച് സർഫസ് എനർജി കുറയുകയാണ്. ദിസ് ഡിക്രീസ് ഇൻ സർഫസ് എനർജി ഈസ് അപ്പിയർഡ് ആസ് റിലീസിംഗ് ഓഫ് ഹീറ്റ്. ദാറ്റ് ഈസ് വൈ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഇൻ ദ കേസ് ഓഫ് അഡ്സോപ്ഷൻ. അഥവാ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആയിരിക്കും, അഥവാ ഡിക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, അതായത് ഡിക്രീസ് ഉദ്ദേശിച്ച് നെഗറ്റീവ് ആണെന്ന്. സിമിലർലി വാട്ട് അബൌട്ട് അവർ എൻട്രോപ്പി? Entropy.
So when more and more particles are adsorbed on the surface, randomness decreases. കൂടുതൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, അറ്റ്മോസ്ഫിയറിലുള്ള കൂടുതൽ പാർട്ടിക്കിൾസ് ഈ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് റാൻഡംനെസ്, ആ പാർട്ടിക്കിളിൻ്റെ റാൻഡംനെസ് കുറയുകയല്ലേ ചെയ്യുന്നത്. അഥവാ ഡെൽറ്റ എസ് എന്തായിരിക്കും? നെഗറ്റീവ്. Therefore which is the correct one? During adsorption delta H and delta S is negative. Therefore the correct option, yes Jayachandran, Gada Manoj, yes, very good. Therefore the correct one is option number A. Yes, okay. So let me go to the 33rd question. Among the following complex, tetracarbonyl nickel complex, tetracyano nickel complex, tetrachlorido nickel complex, which statement is correct? ഏതാണ് ഡയാമാഗ്നറ്റിക്, ഏതാണ് പാരാമാഗ്നറ്റിക് എന്നാണ് ചോദിച്ചേക്കുന്നത്. കാർബണിൽ ലിഗാൻഡ് തന്നിട്ടുണ്ട്, സയനൈഡ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. ആഷ്ലിൻ ഇല്ലല്ലോ, മാറിപ്പോയല്ലോ മോനെ, ഒന്നും കൂടെ നോക്കിക്കേ. സ്നേഹ പീറ്റർ, നികിത ഭൂഷൺ, വെരി ഗുഡ്. ആഷ്ലിൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. തെറ്റൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ആരും എനിക്ക് തെറ്റ് പോസ്റ്റ് ചെയ്യുന്നു ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല, ആൻസർ മാത്രമേ നോക്കുന്നുള്ളൂ. യെസ്, കാർബണിൽ എന്ന് പറയുമ്പോൾ ഏതാ ലിഗാൻഡ്? ഏതാ? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലേ. സയനൈഡ് എന്ന് പറയുമ്പോഴും ഏത് തന്നെയാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ക്ലോറിഡോ എന്ന് പറയുമ്പോൾ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പെയറിങ് നടക്കും, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കുന്നില്ല. കിട്ടിയില്ല ആൻസർ, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി അതല്ല ക്ലിയർ ആവുന്നില്ല എങ്കിൽ ഒന്നും കൂടെ നിക്കലിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കിയാൽ മതി. നിക്കൽ 2+ അല്ലേ, 4s0 3d8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഡി ഓർബിറ്റിൽ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയാലും മതി. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ കേസിൽ പെയറിങ് നടക്കുന്നു, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ നിർബന്ധമായിട്ടും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്ന കേസിൽ ഏതായിരിക്കണം? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്ന കേസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, നിർബന്ധമായിട്ടും ഡയാമാഗ്നറ്റിക് ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അൺപെയറിംഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെയറിംഗ് നടക്കത്തില്ല. ദെർഫോർ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ദെർഫോർ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ എ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, the oxo acid of phosphorus that contain 1 POH, 2 PH and 1 PO bond. The oxo acid of phosphorus, നമുക്ക് തന്നിരിക്കുന്ന ഓക്സോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫോസ്ഫീനിക് ആസിഡ് ഓർ ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് എന്ന് പറയും. ഫോർമുല ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. H3PO2. ഫോസ്ഫോറിക് ആസിഡ് ഫോർമുല ഏതാ? H3PO4. പൈറോഫോസ്ഫോറിക് ആസിഡ് H4P2O7. ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് H4P2O6. പൈറോഫോസ്ഫോറസ് ആസിഡ് H4P2O5. സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ? എത്ര POH ബോണ്ടുണ്ട്, എത്ര PH ബോണ്ടുണ്ട്, എത്ര PO ബോണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഇൻ ദ കേസ് ഓഫ് H3PO2 ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. H3PO2 ഒരു ഫോസ്ഫറസ് ആറ്റമാണുള്ളത്. ഒരു ഫോസ്ഫറസ് ആറ്റം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഫോസ്ഫറസ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. 2 ഫോസ്ഫറസ് ആറ്റം ഉണ്ടെങ്കിൽ 2 ഫോസ്ഫറസ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ടാവണം. അപ്പോൾ ആദ്യം ഞാൻ ഫോസ്ഫറസ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഒരെണ്ണം റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്തത് ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് എത്ര ഹൈഡ്രോക്സിയൽ ബോണ്ട് അല്ലെങ്കിൽ എത്ര POH ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ. ഒരു ഓക്സിജൻ ആറ്റം, ബാക്കിയുള്ളത് PO ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ. ആ ഓക്സിജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്ത് POH ബോണ്ട് ഫോം ചെയ്തു. ഇനി POH ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആരില്ല? ഓക്സിജൻ ആറ്റം ഇല്ല. ഇനി പോസിബിലിറ്റി എന്തേ ഉള്ളൂ? PH ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. അപ്പം എത്ര PH ബോണ്ട് ഫോം ചെയ്യും? 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് 2 PH ബോണ്ട് ഫോം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ ആ ഓർഡർ ശ്രദ്ധിക്കണം. ഫസ്റ്റ് PO ബോണ്ട്, 2 POH ബോണ്ട്, അതിനുശേഷമാണ് ഏത് കൺസിഡർ ചെയ്യേണ്ടത്? PH ബോണ്ട്. ഇതേപോലെ രണ്ടാമത്തെ കേസിലും സ്ട്രക്ചർ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. H3PO4 ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ സിംപിളി ഫോസ്ഫോറിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും.
4 ഓക്സിജൻ ആറ്റം ഉണ്ട്, ഒരു ഫോസ്ഫറസേ ഉള്ളൂ. അപ്പം ആദ്യം പി ഡബിൾ ബോണ്ട് ഓ ഫോം ചെയ്തു. അടുത്തത് പ്രയോറിറ്റി ആർക്കാ? പി ഒ എച്ച് ബോണ്ടിന്. ബാക്കി ഇനി എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 4 എണ്ണത്തിൽ ഒരെണ്ണം ഡബിൾ ബോണ്ട് ഓ ഫോം ചെയ്തു, ബാക്കി 3 ഓക്സിജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റവും എത്ര തന്നെയാണുള്ളത്? 3 എണ്ണം. അപ്പോൾ ബാക്കി എത്ര പി ഒ എച്ച് ബോണ്ട് ഫോം ചെയ്യണം? 3 പി ഒ എച്ച് ബോണ്ട് ഫോം ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് H4P2O7 എത്ര ഫോസ്ഫറസ് വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട്, 2 ഫോസ്ഫറസ്. അപ്പോൾ 2 പി ഒ ബോണ്ട്. ബാക്കി എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. എത്ര ഹൈഡ്രജനും ഉണ്ട്? 4 എണ്ണം. അപ്പം 5 ഓക്സിജനിൽ 4 ഓക്സിജൻ 4 ഹൈഡ്രജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്ത് ഏത് ബോണ്ട് ഫോം ചെയ്യുന്നു? 4 പി ഒ എച്ച് ബോണ്ട് ഫോം ചെയ്യുന്നു. 2 എണ്ണം ആദ്യത്തെ ഫോസ്ഫറസിലും അടുത്ത 2 എണ്ണം രണ്ടാമത്തെ ഫോസ്ഫറസിലും. ഇനി റിമൈനിങ് എത്ര ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്? ഒരെണ്ണം. അത് ആര് തമ്മിൽ ഫോം ചെയ്യുന്നു? ഫോസ്ഫറസ് ആറ്റം തമ്മിൽ ഫോം ചെയ്യുന്നു. ആദ്യത്തെ 7 ഓക്സിജൻ ആറ്റത്തിൽ 2 എണ്ണം പി ഒ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കി 5 ഓക്സിജനിൽ 4 ഓക്സിജൻ ഹൈഡ്രജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്ത് പി ഒ എച്ച് ബോണ്ട് ഫോം ചെയ്തു. റിമൈനിങ് 1 ഓക്സിജൻ ഫോം എ ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫറസ് ആറ്റം. നെക്സ്റ്റ് H4P2O6. ഇതും അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. H4P2O6 ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഞാൻ സ്വല്പം ഇങ്ങോട്ട് മാറി നിൽക്കുന്നു ബോർഡ് കാണാൻ വേണ്ടി. 2 ഫോസ്ഫറസ് ആറ്റം ആദ്യം പി ഒ ബോണ്ട് ഫോം ചെയ്തു. അതിനുശേഷം റിമൈനിങ് 4 ഓക്സിജൻ ആറ്റമാണുള്ളത്, 4 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, 4 പി ഒ എച്ച് ബോണ്ട് ഫോം ചെയ്തു. Therefore, this P phosphorus atom joined each other without the formation of or without the usage of oxygen. Direct ആയിട്ട് എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. നെക്സ്റ്റ് H4P2O5. ഇതും ഇതേപോലെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിക്കേ. 2 ഫോസ്ഫറസ് ഉണ്ട്, 2 പി ഒ ബോണ്ട് ഫോം ചെയ്തു. 5 ഓക്സിജൻ ആറ്റത്തിൽ 2 പി ഒ ബോണ്ട് ഫോം ചെയ്തു. ബാക്കി 3 ഓക്സിജൻ ആറ്റം. 2 ഓക്സിജൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവും ഉപയോഗിച്ച് 2 പി ഒ എച്ച് ബോണ്ട്. റിമൈനിങ് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 പി എച്ച് ബോണ്ട് ഫോം ചെയ്തു. ബാക്കിയുള്ള 1 ഓക്സിജൻ ഉപയോഗിച്ച് 2 ഫോസ്ഫറസ് ആറ്റം ലിങ്ക് ചെയ്തു. ഓക്കെ, therefore what about the answer? ഇത്ര നമുക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, ബിക്കോസ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ആൻസർ. 1 പി ഒ ബോണ്ട്, 2 പി എച്ച് ബോണ്ട് ആൻഡ് 1 പി ഒ എച്ച് ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ഫോസ്ഫീനിക് ആസിഡ്. therefore the correct option is ഓപ്ഷൻ നമ്പർ എ. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉപയോഗിച്ചത് ഈ ഓക്സോ ആസിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം ഓരോന്നിൻ്റെയും ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൽ നിന്ന് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ടിനും, രണ്ടാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പി ഒ എച്ച് ബോണ്ടിനും, മൂന്നാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പി എച്ച് ബോണ്ടിനും. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following actinide has no electron in 6d orbital? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരിക്കണം. പ്രൊട്ടാക്ടീനിയം, നെപ്റ്റൂണിയം, ലോറൻഷിയം, ക്യൂരിയം, പ്ലൂട്ടോണിയം എല്ലാം ഏതിന് എക്സാമ്പിളാണ്? ആക്ടിനോയിഡ്സ് ആണ്. പ്രൊട്ടാക്ടീനിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് റെഡോൺ 5f2 6d1 7s2. Neptunium electronic configuration of a radon 5f4 6d1 7s2. Next, Laurentium electronic configuration of radon 5f14
അപ്പം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു 35 ക്വസ്റ്റ്യനിലൂടെ ഞാൻ വേറൊന്നും ആഗ്രഹിച്ചില്ല. എൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നിങ്ങളെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും മുൻപോട്ട് നിങ്ങൾ ചെയ്തു പോകുക. സോ വി ക്യാൻ മീറ്റ് ഇൻ അനദർ സെഷൻ. ഓക്കെ, താങ്ക് യു.